بسم الله الرحمن الرحيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين فلا تطع المكذبين ودوا لو تدهن فيدهنون ولا تطع كل. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ വളരെ സന്തോഷ നിർവൃതിയിലുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ചു ചേർന്നിരിക്കുന്നത്. യാദൃച്ഛികമായിട്ടാണെങ്കിലും ഇന്ന് ഈ പരിപാടിയുടെ തൊട്ടു മുമ്പായി ഹക്കും ബാത്തിലും തീരുമാനമാകുന്ന ഒരു സംവാദം നടക്കുകയും ആയിരങ്ങളുടെ പ്രാർത്ഥന പരിഗണിച്ചുകൊണ്ട് അതിലേറെ അള്ളാഹുവിൻ്റെ ഹക്ക് ഇവിടെ നിലനിൽക്കണമെന്ന അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള തീരുമാനപ്രകാരം ആ ഹക്ക് വെളിപ്പെട്ട ഒരു ദിവസത്തിൻ്റെ വൈകുന്നേരമായി നമ്മുടെ ഈ സംഗമം എന്നതുകൂടി നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, സംവാദങ്ങൾ ഓരോന്നോരോന്ന് നടക്കുന്നു, വിശദീകരണങ്ങൾ മറിച്ചും തിരിച്ചും നടക്കുന്നു. എല്ലാം നടക്കുമ്പോൾ എല്ലാം കേൾക്കുന്നവർക്ക് ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായി: ജിന്നല്ല പ്രശ്നം. ഇവിടെ ആരും ജിന്നിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. ഇവിടെ ആരും ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പ്രസംഗിച്ചിട്ടില്ല. ഇവിടെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് ആരും എഴുതിയിട്ടില്ല. ജിന്നിനോട് ആ രൂപത്തിലുള്ള സഹായ തേട്ടമാവാമെന്നോ അത് പാടുണ്ട് എന്നോ അങ്ങനെ ആരും ഇവിടെ വാദിച്ചിട്ടുമില്ല, എഴുതിയിട്ടുമില്ല. ശിർക്കിലേക്ക് പോയ മുജാഹിദുകളിൽ ആരും തന്നെയില്ല. ഇന്നത്തെ കോഴിച്ചിന സംവാദത്തോടുകൂടി ആർക്കെങ്കിലും നേരത്തെ ഇതിൽ സംശയമുണ്ടായിരുന്നുവെങ്കിൽ അവർക്കും ഇതോടുകൂടി സംശയം തീർന്നിരിക്കുകയാണ്. പക്ഷെ വീണ്ടും മനസ്സിൽ പുകയുന്നു. ഇത്രയും സുന്ദരമായ, ഇത്രയും പക്വതയുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യകാലം അറിയപ്പെടുന്നത് ഐക്യസംഘം എന്ന പേരിലാണ്. ഐക്യസംഘം എന്ന പേര് ഇതിന് നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം ആരുടെയെങ്കിലും ചിന്തയിൽ വന്ന ഒരു പ്രത്യേക പേരല്ല.
ഐക്യത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് കടന്നു വന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിന്റെ ആദ്യകാല നേതാക്കന്മാർ ചെറിയ കാരണങ്ങളുടെ പേരിൽ കോഴിപ്പോര് നടത്തിയിരുന്ന ഒരു കാലഘട്ടം മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നു കേരളത്തിൽ. അന്ന് അതിൽ നിന്ന് മുസ്ലിം ജനസാമാന്യത്തെ തിരിച്ചു കൊണ്ടുവരികയും മസ്ലഹത്ത് പറയുകയും മദ്യം പറയുകയും പരമാവധി ഒന്നിച്ചു പോകാൻ ഒരുമിച്ചു പോകാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയും ആ ഐക്യം ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേക മാനദണ്ഡമല്ല, മറിച്ച് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ ഐക്യപ്പെടുകയാണ് വേണ്ടതെന്ന മാർഗരേഖ അവതരിപ്പിക്കുകയും അതിന്റെ പ്രഥമ സ്ഥാനത്ത് തൗഹീദാണുള്ളതെന്ന് കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കടന്നു വന്ന ഒരു സംഘമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതാണ് ഐക്യ സംഘം എന്ന പേര് ഇതിന് വരാനുള്ള കാരണം. അങ്ങനെ പൈതൃകമുള്ള പാരമ്പര്യമുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ തീർപ്പ് പറഞ്ഞ ഇവിടെ മുസ്ലിം കേരളം തന്നെ പല വിഷയങ്ങളിലും തലപുകഞ്ഞാലോചിച്ചപ്പോൾ, പ്രത്യേകിച്ച് തീവ്രവാദ പ്രശ്നങ്ങൾ വന്നപ്പോൾ, ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചു തകർത്ത് അതിന്റെ പേരിൽ ഇന്ത്യയിലെ മുസ്ലിം ചെറുപ്പക്കാർ മുഴുവൻ ഉയർത്തെഴുന്നേൽക്കുകയും ആവേശം മുഷ്ടിയിലേക്ക് വരികയും വികാരത്തിന് തീ കൊടുക്കുകയും ചെയ്ത് അവർ അതിന്റെ പേരിൽ സംഘങ്ങളുണ്ടാക്കി, സംഘടനയുണ്ടാക്കി, രാത്രിയുടെ മറവിൽ, ഇരുട്ടിന്റെ മറവിൽ തീവ്രവാദ സംഘങ്ങളിലേക്ക് മുസ്ലിം ചെറുപ്പക്കാർ ചേക്കേറിക്കൊണ്ടിരുന്ന ആ ഒരു ഘട്ടത്തിലെല്ലാം സമാധാനത്തിന്റെ, ശാന്തിയുടെ, ഐക്യത്തിന്റെ യഥാർത്ഥ തത്വം പറഞ്ഞു കൊടുക്കുകയും ദിശ തിരിച്ചു വിടുകയും കേരളം കത്തുന്നതിൽ നിന്ന് ശാന്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്ത ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അങ്ങനെയുള്ള ഒരു പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു? എന്താണ് നടക്കുന്നത്? ഇവിടെ പറയുന്ന പ്രശ്നങ്ങളൊന്നുമല്ല എന്ന് ഓരോ പരിപാടികളും നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതാ ബോധ്യമാകുന്നു. ഞങ്ങൾ സ്നേഹിക്കുന്ന ഈ കരളിനേക്കാൾ, ഹൃദയത്തെക്കാൾ ഇതാ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ എന്താണ് പിന്നെ ഉണ്ടായത്? എന്തിനാണ്? ഒരു പണ്ഡിതനെയല്ല. ആദ്യം നമ്മൾ കേട്ടത് ബഹുമാന്യനായ സക്കരിയ സ്വലാഹിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്നാണ്. അദ്ദേഹത്തെ പുറത്തു നിർത്തുമ്പോൾ ആളുകളുടെ മുമ്പിൽ, അതിന്റെ മുമ്പ് തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള ചില മുൻധാരണകൾ ആസൂത്രിതമായി പ്രചരിപ്പിച്ചിരുന്നു വർഷങ്ങളായി സംഘടനാ ബോഡികളിലൂടെ. ആ ബോഡികളിലൂടെ അത് പ്രചരിപ്പിച്ചത് കൊണ്ട് തന്നെ ചിലരെങ്കിലും വിചാരിച്ചു, ആ പ്രചരണം അങ്ങനെ ഏകപക്ഷീയമായി കേട്ടവർ വിചാരിച്ചു, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തെയൊക്കെ പുറത്തു നിർത്തേണ്ടത് തന്നെയാണ് എന്ന് തൽക്കാലം ചില ആളുകൾ മനസ്സിൽ സമ്മതിച്ചു കൊടുത്തു. ഒരു വലിയ ഒരു സംഘടനയാകുമ്പോ ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ, അത് 33, 43 ഒക്കെ നടപടിക്രമങ്ങളിലൂടെ എല്ലാ പക്വതകളും പാലിച്ചുകൊണ്ട് ആഴത്തിലുള്ള തീരുമാനത്തിന്റെ ഭാഗമായി നേതൃത്വം പലതവണ കൂടി ആലോചിച്ച് കൗൺസിൽ കൂടി എക്സിക്യൂട്ടീവ് ചേർന്ന് എല്ലാവരും ഐക്യപ്പെട്ടെടുത്തൊരു തീരുമാനത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിയെ സംഘടനയിൽ നിന്ന് പുറത്തു നിർത്തുമ്പോഴേക്ക് എന്തിനാണ് എല്ലാ മുജാഹിദുകളും അവരെ പിന്നാലെ കൂടുന്നത്? ഇതിനു മുമ്പ് ഇതിൽ നിന്ന് CN ഇറങ്ങിപ്പോയിട്ടില്ലേ? ഇതിൽ നിന്ന് മുമ്പ് പല ആളുകളും ഇറങ്ങിപ്പോയിട്ടില്ലേ? അവരൊന്നും പോയപ്പോഴുണ്ടാവാത്ത ഒരു വിഷയം, വ്യക്തികളുടെ പിന്നാലെ എന്തിനാണ് നമ്മൾ പോകുന്നത്? ഈ കോട്ടക്കലിൽ വെച്ച് നടന്ന ഒരു വിശദീകരണ യോഗം ഇന്നും എന്റെ കാതിൽ മുഴങ്ങുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കോട്ടക്കലിലെ നിഷ്കളങ്കരായ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഈ പള്ളിയുടെ പ്രവർത്തകന്മാരായ ആളുകൾ ഈ സദസ്സിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ കർണപുടങ്ങളിൽ ആ ശബ്ദം അലച്ചുയരുന്നില്ലേ? എന്ത് കോട്ടക്കൽ നടന്ന വിശദീകരണത്തിലൊക്കെ പറഞ്ഞത് എന്താ? ഒരു സക്കരിയ സ്വലാഹി ഉണ്ടാക്കിയ പ്രശ്നമാണിത്. അദ്ദേഹത്തെ പുറത്താക്കിയതോടുകൂടി പ്രശ്നം ഇതാ തീരുന്നു. ആ നടപടിക്രമങ്ങൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പാലിച്ചിട്ടുണ്ട്. മണിക്കൂറുകളോളം കണ്ഠം ഉയർത്തിക്കൊണ്ട് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ചിലരൊക്കെ വിചാരിച്ചു അങ്ങനെയൊക്കെ എല്ലാ സ്റ്റെപ്പുകളും പൂർത്തീകരിച്ച് ഒരുപാട് പറഞ്ഞ്, ഒരുപാട് ഉപദേശിച്ച്, ഒരുപാട് ശാസിച്ച് എല്ലാം കഴിഞ്ഞ് നിവൃത്തിയില്ലാതെ അന്ന് ചോദിച്ച ഒരു ചോദ്യം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഈ വിശദീകരണങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് അല്പം ഒന്ന് സംസാരം സൗണ്ട് കുറച്ചിട്ട് ചോദിക്കും സദസ്സിനോട്, ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളെ എന്ത് ചെയ്യണമെന്നാ നിങ്ങളുടെ അഭിപ്രായം? ആ ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്ത് ചെയ്യണമെന്നാ നിങ്ങളുടെ അഭിപ്രായം? സദസ്സിനെ കൊണ്ട് പറയിപ്പിക്കുക, ശരിയാണ്, അങ്ങനത്തെ ഒരാളാണെങ്കിൽ പുറത്താക്കി തന്നെ വേണം. അത്രയല്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അല്ലേ? അപ്പൊ കേൾക്കുന്നവർക്കും തോന്നി, എന്ത് കേൾക്കുന്നവർക്കും തോന്നി അങ്ങനെ ഒരു സംഗതി ഇപ്പോ വ്യക്തികളെ പിന്നാലെ നമ്മൾ പോണ്ടല്ലോ. പക്ഷേ കേരളം പിന്നീട് കണ്ടതെന്താ? അങ്ങനെ ഓരോരുത്തർ നേരത്തെ ഇറങ്ങിപ്പോയതുപോലെ പോകണ സംഭവം അല്ല ഇത്. അല്ല, എനിക്കിന്ന് ഓർമ്മ വരുന്നത് ഒരു കാരണവരെ ഞാൻ സന്ദർശിച്ചു.
അദ്ദേഹത്തോട് സന്ദർശിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അയാൾ പറഞ്ഞു എന്നോട്, നിങ്ങൾ ആ പിഴച്ച ചിന്തയിലൂടെ ഒന്നും പോകാൻ പാടില്ല കേട്ടോ, അന്ധവിശ്വാസത്തിനും ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് പറയുന്ന ആൾക്കാരെ കൂടെ നിങ്ങളാരും പടരുത് കേട്ടോ എന്ന് പറഞ്ഞു. അതൊക്കെ വളരെ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അവരതോടെ പൊയ്ക്കോട്ടെ, നിങ്ങൾ അവരെ കൂടെ കൂടണ്ടാന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, അല്ല നിങ്ങൾ ഈ കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോ ഹുസൈൻ സലഫി അടക്കം പെടുമല്ലോ, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ പേര് ഞാനാണ് പറഞ്ഞത്, ഇവരൊക്കെ പിന്നെ എന്തിനാ മാറ്റി നിർത്തിയത്? അപ്പൊ അയാള് ഇരിക്കണോടത്ത് എണീറ്റിട്ട് ചോദിക്കുക, അവരൊക്കെ പുറത്താ, അവരൊക്കെ പുറത്താ, അവർക്കുണ്ടോ നടപടി? അത് ശരിയാ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കി, നിങ്ങൾ ഇപ്പൊ ഒന്നും വേണ്ട, ഹുസൈൻ സലഫിന്റെ ഒരു പരിപാടി വെക്കട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് മുജാഹിദ് സെന്ററിലേക്ക് വിളിച്ചു വെച്ച് നോക്കി, അപ്പൊ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് വേറെ എന്തോ പ്രശ്നമാണല്ലോ. എത്ര പെട്ടെന്നാ കാര്യം മനസ്സിലാകുന്ന ആൾക്കാർക്ക്. അയാൾക്ക് മാത്രമല്ല, ഇപ്പൊ കേരളത്തിന് മാത്രമല്ല, ഇസ്ലാഹി പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ കൂടിയിട്ട് ഏകദേശം 75ഓളം ആളുകൾക്ക് നേരെയുള്ള തീരുമാനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് ഇതിന്റെ ഇതിനുള്ളിൽ നിൽക്കേണ്ടവരെ ഒക്കെ പുറത്ത് നിർത്തുക. അപ്പൊ ഇവിടെ സംഭവിക്കണം എന്താന്ന് വെച്ചാൽ, ഒരു കാലത്ത് യാഥാസ്ഥിക വിഭാഗത്തിന്റെ ഒരു വിഭാഗം ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി വേറെ ജമിയത്തുൽ ഉണ്ടാക്കി. ശരിയാ, അവരിറങ്ങിപ്പോയി. അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി, അതിന് ചിന്താഗതിയുള്ള ആളുകൾ ഇറങ്ങിപ്പോയി. അതിനുശേഷം CNN പോലെയുള്ള ആളുകൾ പോയി, അതുപോലെ തന്നെ പിന്നെ ചേകന്നൂരിനെ പോലെയുള്ള ആളുകൾ പോയി അല്ലേ. അവരൊക്കെ പോയി, അവരൊക്കെ ആദർശത്തിൽ തകരാറ് പറ്റിങ്ങാണ്ട് ഇതിന് പോവുക ചെയ്ത് അല്ലേ. മടവൂരികളും തന്നെ ആ രീതിയിൽ പോയി. നമുക്കിപ്പോ പറയാൻ തോന്നുന്നത് വെച്ചാൽ, ഇപ്പൊ ഇവരും ഇതിന്ന് പോയിട്ടുണ്ട്, പക്ഷെ കൂടെ ലെറ്റർ പേഡും സീലും ഉണ്ട് എന്ന് മാത്രം. ലെറ്റർ പേഡും സീലും ആയിട്ട് അവരും പോയി. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ ഇവിടെയുണ്ട്, അതിന്റെ ആദർശം എവിടെയുണ്ട്, അതിന്റെ തൗഹീദ് ഇവിടെയുണ്ട്. അത് ഇന്ന് വരെ കേരളത്തോട് ലോകത്തോട് പറഞ്ഞ നിലപാടുകൾ ഇവിടെയുണ്ട്. ആ നിലപാടുകളിൽ നിന്ന് മുഴുവൻ ഇവർ വ്യതിചലിച്ചു പോയി. പക്ഷേ ഇറങ്ങിപ്പോയപ്പോ എന്ത് കൊണ്ടുപോയി? ലെറ്റർ പേഡ് കൊണ്ടുപോയി, സീലും കൊണ്ടുപോയി എന്ന് മാത്രം. അത് കൊണ്ടുപോയി അതിൽ തീരുമാനം എടുത്തുകൊണ്ട് ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലെറ്റർ പേഡിന്റെയും സീലിന്റെയും അവസ്ഥയും ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അതിന്റെ ശക്തിയും ഇപ്പോൾ ക്ഷയിച്ചു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പറയാനുള്ളത്, ഇനി നമ്മുടെ ലോകത്തിന് എല്ലാവരും കാതോർക്കുന്ന ഒരു വിഷയം ഇതാ. ഇന്ന് കോഴിച്ചിന സംവാദത്തോടു കൂടി ജിന്നുമായി ബന്ധപ്പെട്ട വിഷയമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് 100% ഇവിടെ ക്ലിയർ ആയിരിക്കുകയാണ്. പിന്നെ എന്താണ് ഇവിടെയുള്ളത്? എന്താണ് ഈ ചോദ്യം? ഇന്ന് മുജാഹിദുകൾ ചോദിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആ ചോദ്യത്തിന് മറുപടികൾ ഇതാ ഇവിടെ പറയാൻ തുടങ്ങുകയാണ്. അത് മനസ്സിലാക്കുന്നതോടുകൂടി ആരൊക്കെയാണോ അതിന്റെ കൂടെ ഒത്താശക്ക് നടന്നിരുന്നത് അവരടക്കം ഇവർക്ക് എതിരാകുന്ന സമയമാണ്. നിമിഷങ്ങളാണ്, മണിക്കൂറുകളാണ്, മാസങ്ങളാണ് ഇനി വരുന്ന ദിനരാത്രങ്ങളിൽ വരാനിരിക്കുന്നത്. സംശയിക്കേണ്ട കാര്യമില്ല. അതായത് മുജാഹിദുകൾ തെറ്റുന്നത് എന്തിന്റെ പേരില? തൗഹീദുമ പ്രശ്നം വന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇപ്പൊ ഇതിനെ എന്ത് മാത്താങ്കൂത്ത് കാണിച്ചാലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോണത്. എന്തുകൊണ്ടാ? നമ്മൾ തൗഹീദിന്റെ ആളുകളല്ലേ, അതിൽ തകരാറ് വരുത്തിയാ പിന്നെന്താ? അതുകൊണ്ടാണല്ലോ ഈ ചെയ്യണതൊക്കെ സംഘടന. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കന്നെ, സഹിക്കന്നെ, അതൊക്കെ ചെയ്യന്നെ. പള്ളിയിൽ നിന്ന് മിമ്പർമ നാളെ വലിച്ചിടണം അല്ലേ. നമ്മളെ അൻസാരിനെ പോലെയുള്ള ആളുകളെ ഒഴിവാക്കണമെന്ന് ഇനി അവിടുന്ന് ഒരു ലെറ്റർ പേഡിൽ ഒരു കത്ത് വന്നാൽ ആ കത്ത് വരെ നടപ്പാക്കണം. എന്താ? അൻസാരിയുടെ ഖുത്ബക്ക് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ ഖുർആൻ ക്ലാസ്സിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഇന്ന് വരെ അദ്ദേഹം ജിന്നുമായി ബന്ധപ്പെട്ട ഇതുപോലെ എന്തെങ്കിലും സംഗതികൾ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലും സംഘടന അറിയിക്കല്ലേ. കാരണം എന്തോ തൗഹീദിൽ പഴച്ച ആൾക്കാരുണ്ട്, അതിന്റെ ഭാഗമാണ് അദ്ദേഹം എന്നതുകൊണ്ടല്ലേ. അപ്പൊ നമുക്ക് പ്രയാസാണെങ്കിൽ ഒഴിവാക്കന്നെ എന്ന് ഇനി വിചാരിക്കൂല. ഇനി കോട്ടക്കലിലുള്ള മുജാഹിദുകൾ വിചാരിക്കൂല. കാരണം എന്താണെന്നറിയോ? അവർക്ക് മനസ്സിലായി, അവർക്ക് വിഷയം തിരിഞ്ഞു. ഇത് ജിന്നല്ല, ഇത് ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന വിഷയമല്ല. തൗഹീദില് ഇവിടെ ആരും കളങ്കം വരുത്തി
വരുത്തിയിട്ടില്ല. തൗഹീദിൽ കളങ്കം വരുത്തി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ധൃതി പിടിച്ച് ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായും അവർക്കിപ്പോൾ അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്നിടത്ത് മുജാഹിദ് കേരളം ഇതാ ഇവിടെ തീരുമാനം എടുത്തു കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഈ സന്ദർഭം, ഈ ഒരു യോഗം എല്ലാം പറയാൻ പറ്റിയതല്ല. ചുരുക്കി ഏതാനും കാര്യങ്ങൾ ഞാൻ പറയാം. വളരെ കൃത്യമായി സൂചിപ്പിച്ചു പോവുകയാണ്. എന്താ പിന്നെ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എനിക്ക് മനസ്സിലായിടത്തോളം, എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലായാലും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വലിയ പ്രമാണമായിട്ട് ഞാൻ പറയണമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ MSM-ലും ISM-ലും സംസ്ഥാന സമിതികളിൽ 10-20ഓളം വർഷമായി ഉണ്ടായതിൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് തെളിവുകൾ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ പറയുന്ന അനുഭവങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പുനർവിചിന്തനം നടത്താം. എന്നിട്ട് തീരുമാനിച്ചാൽ മതി. പക്ഷെ കാര്യങ്ങൾ അറിയിക്കണമല്ലോ. ഒരു കാര്യം കൂടി ആമുഖത്ത് പറയട്ടെ. എന്തുകൊണ്ടാ ISM-നും MSM-നും എതിരിൽ നടപടി വന്നതിന് ശേഷം ഞങ്ങളെവിടെയും ഇതുപോലെ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടാവില്ല. ഒരു പൊതു പ്രസംഗത്തിലോ പൊതുവായ പരിപാടികളിലോ ഞങ്ങൾ അതിനുശേഷം ഉടനെ ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ല. പല ആളുകളും വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഒരു നടപടിയെടുത്ത് പത്രത്തിലൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്താ വിഷയങ്ങളൊന്നും ജനങ്ങളോട് പറയാത്തത്, എന്താ അതിന്റെ വസ്തുത പറയാത്തത് എന്ന് നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അന്ന് പറഞ്ഞില്ല. അത് ബോധപൂർവം പറയാതെന്നതാ. പല ആളുകളും പറഞ്ഞു കേസ് കൊടുത്തൂടെ. കേസ് നമ്മൾ കൊടുത്തിട്ടില്ല. അതുപോലെ പത്രസമ്മേളനം നടത്തി വിഷയം പറഞ്ഞൂടെ. പത്രസമ്മേളനം നടത്തിയിട്ടില്ല. വിളിക്കാത്ത പത്രക്കാർ കുറവാണ്. അവരൊക്കെ വിളിച്ചിട്ടും ഞങ്ങൾ മിണ്ടിയിട്ടില്ല. എന്താ അതൊക്കെ ചെയ്യാതിരിക്കാൻ കാരണം എന്നറിയോ? അച്ചടക്കം പാലിച്ചതാണ്. അച്ചടക്കം ഇവിടെ അച്ചടക്കമില്ലാത്ത പ്രശ്നമാണല്ലോ ആകെ. സംഘടനാ അച്ചടക്കം, ആദർശ അച്ചടക്കം, ഇത് രണ്ടും ഇല്ലാത്തതാണ് ഇന്നുണ്ടായ പ്രശ്നം എന്നാ. പക്ഷെ ഞങ്ങള് സംഘടനാ അച്ചടക്കം പാലിച്ചതാണ്. എന്തേന്ന് അച്ചടക്കം എന്നറിയോ? KNM-ന്റെ ഭരണഘടന പ്രകാരം KNM-ന്റെ എക്സിക്യൂട്ടീവ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം നമുക്ക് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് വന്നാൽ, ആ തീരുമാനം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് തോന്നിയാൽ KNM-ന്റെ ഭരണഘടന പ്രകാരം അതിന്റെ വകുപ്പ് എന്താ അറിയോ? കൗൺസിലിന് പരാതി കൊടുക്കാം എന്നതാണ്. സ്റ്റേറ്റ് കൗൺസിലിന് പരാതി കൊടുക്കാം. അതാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. ഞങ്ങൾ ആലോചിച്ച ശേഷം ഞങ്ങൾ അതാണ് ചെയ്തത്. മുമ്പ് മടവൂർ വിഭാഗം എന്ത് ചെയ്തോ അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന തീരുമാനമാണ് ആദ്യം സെക്രട്ടേറിയറ്റിൽ നിന്നുണ്ടായത്. അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതിന് മറിച്ച് കൗൺസിലിൽ പരാതി കൊടുക്കണം. അതാണല്ലോ ഭരണഘടന പറയുന്നത്. അത് പ്രകാരം ഞങ്ങൾ കൗൺസിലിന് പരാതി കൊടുത്തു. ബഹുമാന്യനായ AP അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ പരാതി കൊടുത്തു. എന്ത്? ഇതാ ഞങ്ങൾക്കെതിരിൽ എടുത്തിരിക്കുന്ന നടപടി ഞങ്ങളോടൊരക്ഷരം ചോദിക്കാതെയാണ്, ഞങ്ങളോടതിന്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്താതെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി ദയവ് ചെയ്ത് നിങ്ങൾ കേൾക്കണം. അതിനുള്ള ഒരു അവസരം കൗൺസിലിൽ ഉണ്ടാക്കണം. എന്നിട്ട് കൗൺസിൽ ഈ നടപടി, ഈ കാര്യം, ഈ തീരുമാനം പുനഃപരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു കത്ത് കൊടുക്കുകയാണ് ISM-ഉം MSM-ഉം ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ കത്ത് കൊടുത്താൽ ഞങ്ങൾ വേഗം മുതലക്കുളത്ത് പോയി വിശദീകരിക്കാൻ പാടുണ്ടോ? കത്ത് വേഗം കേസ് കൊടുക്കാൻ പാടുണ്ടോ? അത് തെറ്റല്ലേ? അതുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങൾ അവസാനം എന്താണ്, ആ കൗൺസിൽ കാത്തു നിന്നു. കൗൺസിൽ ഒന്ന് ചേരട്ടെ, എന്നിട്ട് ആ കൗൺസിലിൽ ഈ കത്ത് അവർ ചർച്ച ചെയ്യട്ടെ, അല്ലെങ്കിൽ അതിന് മാന്യമായ രീതിയിലുള്ള ഒരു മറുപടി തരട്ടെ എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു. കാരണം എന്താ, ഈ റോട്ടുമ്മക്ക് ഇറങ്ങിങ്ങാണ്ട് ഇത് പറയാന്നുള്ളത് ഇതിനെ സ്നേഹിക്കുന്ന, ഇതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പെട്ടെന്ന് എടുത്തു ചാടി പറയാന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ മനസ്സിൽ മൂടി വെച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ജനങ്ങളോട് ഉള്ളതില്ലാത്തൊക്കെ വിളിച്ചു പറയാന്നുള്ളത് അവർക്ക് വലിയ വേദന ഉണ്ടാവില്ല. പണ്ട് സോളമാൻ രാജാവിന്റെ മുമ്പിൽ ഒരു വിധി പറയുന്നതിന് വേണ്ടി വന്ന കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു വിഷയം വന്നു. 2 സ്ത്രീകൾ പരാതിയുമായി വന്നു ഒരു കുട്ടിയുടെ വിഷയത്തിൽ. 2 സ്ത്രീകളും പറയാണ് ഈ കുട്ടി എന്റേതാണ്, ഈ കുട്ടി എന്റേതാണെന്ന് 2 സ്ത്രീകളും വാദിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇതാ ഈ സ്ത്രീയെ, ഈ കുട്ടിയെ നിങ്ങൾ ഇതാ ഒരു മേശപ്പുറത്ത് കയറ്റി നിർത്തുക. എന്നിട്ട് കുട്ടിയുടെ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചു. 2 കൈയിലും നിങ്ങൾ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചോ. ആർക്കാണോ കുട്ടിനെ വലിച്ചിട്ട് കിട്ടുന്നത് അവർ ആ കുട്ടിയെ നിങ്ങൾക്ക് എടുത്തുകൊണ്ടാവുക. ഏത് ഉമ്മാക്കാണോ കുട്ടിയുടെ കൈ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ട് വീഴ്ത്താൻ പറ്റുന്നത് ആ കുട്ടി ആ ഉമ്മയുടേതാണ്. അപ്പൊ ഒരു സ്ത്രീ വേഗം ആവേശത്തോടു കൂടി കടന്നു വന്നിട്ട് കുട്ടിയുടെ കൈ പിടിക്കാൻ ശ്രമിച്ചു, വലിക്കാൻ തുടങ്ങുക. മറ്റേ സ്ത്രീ അനങ്ങണേ ഇല്ല, അതിമക്ക് പിടിക്കാനേ പോകുന്നില്ല. അപ്പൊ ചോദിച്ചു, എന്താ നിങ്ങൾ പിടിക്കാത്തത്? അതിന്റെ കുട്ടിയാണ്, അതിന്റെ കൈ പോന്നാലേ പ്രശ്നമാണ്. അതാണ് 2 കുട്ടികളെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചാൽ എന്തുണ്ടാവും? എന്റെ മകനാണ്, അതുകൊണ്ട് ഞാൻ വലിക്കൂല. അത്
ആ കുട്ടിക്ക് വേദനിക്കണത് സഹിക്കൂല. മനസ്സിലായോ? മറ്റേക്കെന്താ പ്രശ്നം? അതിന്റെ കുട്ടിയല്ലല്ലോ. സഹോദരങ്ങളെ, ഇതുപോലെയാണ് ഇവരെ മാനസികാവസ്ഥ. APDP ഒക്കെ പാടെ പടുത്തുയർത്ത് വാദപ്രതിവാദമൊക്കെ നടത്തി കൊണ്ടുവന്നൊരു പ്രസ്ഥാനം ഇപ്പൊ അവരതല്ലാന്നാണോ പറയുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത് വിശദീകരിക്കാൻ ഇറങ്ങിയ ആൾക്കാരുടെ മാനസികാവസ്ഥയാണ് പറഞ്ഞത്. അത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുറച്ച് കാലം ഇതിന് അധ്വാനിച്ചിട്ടുള്ളൂ എങ്കിലും ആ അധ്വാനിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. അതുകൊണ്ട് ഇതിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനെ പെട്ടെന്ന് റോട്ടിൽ ഇട്ടുങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാന്നുള്ളത് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മിണ്ടാതിരുന്നത്. പക്ഷെ പിന്നെ എന്തേ മിണ്ടാൻ കാരണം? അതിന് കാരണമാണ് എനിക്ക് ആവർത്തിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ടും നിങ്ങൾ പറയും ഇത് ഇങ്ങനെയല്ലല്ലോ പറയേണ്ടിയിരുന്നു, പറയണ്ട. അതുകൊണ്ടാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താ അറിയോ? പ്രധാനമായി 2 കാരണങ്ങൾ. ഒന്ന്, CD ടവറിൽ ചേർന്നിട്ട് ബഹുമാനായ TP-യുടെ മുമ്പിൽ തന്നെ ചോദ്യം വന്നു. എന്താ ചോദ്യം? ISM-നെ MSM-നെ എന്തിനെ പിരിച്ചുവിട്ടു? അവരുടെ പ്രോഫ് കോഡിന്റെ ആവശ്യത്തിന് വേണ്ടി കൂടിയ ഒരു യോഗമാണ്. അറബി കോളേജിലത്തെ കുറെ കുട്ടികൾ അവിടെ വന്നിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു കുട്ടിയാണ് ചോദിച്ചത്, എന്തിനാണ് ISM-നെ MSM-നെ പിരിച്ചുവിട്ടത്? അവിടെ അതിന് മറുപടി പറയവേ TP-യും MM മദനിയും പറഞ്ഞത്, ഒരുപാട് പ്രാവശ്യം ഇവരെ വിളിച്ചു, ഉപദേശിച്ചു, ആവർത്തിച്ചുപദേശിച്ചു. ബഹുമാനായ PK അഹമ്മദ് സാഹിബിന്റെ വീട്ടിലേക്ക് വരെ വിളിച്ചു വരുത്തി. അതെല്ലാം കഴിഞ്ഞ് ഇവർ ധിക്കാരപൂർവം പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അഥവാ ഞങ്ങൾക്ക് തന്ന ഒരു വാക്ക് ബഹുമാനായ TP അവിടെ ലംഘിച്ചു. ഞങ്ങൾക്ക് തന്നിരുന്ന ഒരു വാക്ക്, ഇതിന്റെ മുമ്പുണ്ടായിരുന്നത് PK അഹമ്മദ് സാഹിബിന്റെ വീട്ടിൽ 2 പ്രാവശ്യം ഞങ്ങൾ യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗം സംഘടനാപരമായ യോഗമല്ല. അവിടെ മിനുട്സ് ഇല്ല. അവിടെ ഒരിക്കലും തന്നെ സംഘടനാപരമായ രീതിയിലുള്ള കൂടിയ യോഗമല്ല. അത് PK അഹമ്മദ് സാഹിബ് മുൻകൈയെടുത്ത് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്നും, പ്രത്യേകിച്ച് സമ്മേളനത്തിന്റെ ചെയർമാൻ എന്ന നിലക്ക് സമ്മേളനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച ഫോണിൽ തന്നെ മറുപടി പറഞ്ഞു, ഇതാ ബഹുമാനായ PK നിങ്ങളോട് പറയട്ടെ, ISM-ഉം MSM-ഉം KNM-ഉം തമ്മിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ പ്രസ്ഥാനത്തിൽ നടക്കുന്നതെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ഒരുപാട് ഗൂഢശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷെ അത് അറിഞ്ഞുവെന്ന് വരില്ല. ഞങ്ങൾക്കത് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ വിളിച്ചു ചേർത്ത് യോഗം കൂടിയ ശേഷം ഇനി നാളെ മറ്റന്നാൾ ISM-നും MSM-നും എതിരിൽ ഒരു നടപടി വരികയും ആ നടപടിക്ക് കാരണമായി നിങ്ങളുടെ വീട്ടിലെ യോഗം എണ്ണുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇല്ല മോനെ, ഒരിക്കലും അങ്ങനെ ഞങ്ങൾ ചെയ്യില്ല, ഞാൻ ചെയ്യില്ല, എന്നെ നിനക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിച്ചപ്പോൾ മാത്രമാണ് ഞങ്ങൾ എന്നാ വരാന്ന് പറഞ്ഞത്. എന്നിട്ട് യോഗത്തിന് ചെന്നു. ബഹുമാനായ TP ഉണ്ട്, PK അഹമ്മദ് സാഹിബുണ്ട്, അഹമ്മദ് അലി മദനിയുണ്ട്, നൂർ മുഹമ്മദ് നൂർ സാഹിബുണ്ട്, അതുപോലെ VK സക്കരിയ സാഹിബുണ്ട്. ഇതുപോലെയുള്ള ആളുകളും ഞങ്ങളെല്ലാവരും ISM-ന്റെയും MSM-ന്റെയും സുപ്രധാനരായ ഭാരവാഹികളുമുണ്ട്. ആ യോഗത്തിൽ വെച്ച് അദ്ദേഹം സ്വാഗതം പറഞ്ഞ ശേഷം വീണ്ടും ഞാൻ ആവർത്തിച്ചു, ഈ യോഗം നിങ്ങൾ ഇനി നാൾ വഴിയായി എണ്ണുമെങ്കിൽ ഞാൻ ഒരു അക്ഷരം മിണ്ടാൻ ഇവിടെ തയ്യാറാകുന്നില്ല. കാരണം അങ്ങനെയാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരെ പറഞ്ഞു. 23 സ്റ്റെപ്പുകൾ നാട് മുഴുവൻ ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട് സക്കരിയ മൗലവിയെ സംബന്ധിച്ച്. ഇതുപോലെയുള്ള ഒരു സ്റ്റെപ്പ് ISM-നെയും MSM-നെയും പിരിച്ചുവിട്ടതിന്റെ കാരണമായി എണ്ണുമ്പോൾ ഇതാ PK അഹമ്മദ് സാഹിബിന്റെ വീട്ടിൽ കൂടിയ യോഗം അതിന്റെ നാൾ വഴിയിലെ പട്ടികയിലെ ഒരു അംഗമായി മാറുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മോനെ, ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല. TP പറഞ്ഞു, ഇതൊരിക്കലും KNM-ഉം ISM-ഉം തമ്മിലുള്ള പ്രശ്നമല്ല, ഈ യോഗം അങ്ങനെ ഉണ്ടാവുകയില്ല, നിങ്ങൾ ധൈര്യമായി സംസാരിച്ചോളൂ. ഇത്രയും വാക്ക് കിട്ടിയ ശേഷം അപ്പോഴുള്ള ചില വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൽ 5 മണിക്കൂർ 2 പ്രാവശ്യമായി ഇരുന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിഷേധിക്കട്ടെ, ഈ പറഞ്ഞതിനെയൊക്കെ നിഷേധിക്കട്ടെ. ആ 5 മണിക്കൂറിന്റെ ഓരോ സെക്കൻഡുകളും ഞങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കും. പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ വിശദീകരിക്കുകയുള്ളൂ. ജനങ്ങൾ അറിയണമെന്നാണ്. ഞങ്ങൾ സ്നേഹിച്ച ബഹുമാന്യരായ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും റോട്ടിലിട്ട് സമൂഹത്തിന്റെ മുമ്പിലിട്ട് ഒരിക്കലും തന്നെ അവമതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. പക്ഷേ അവർ തന്നെ ഇതിന് അവസരം ആവർത്തിച്ചുണ്ടാക്കുകയും അത് പറയിപ്പിച്ചേ അടങ്ങൂ എന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇനി പറയാതിരിക്കുക നിർവാഹമില്ല. അതാണ് CD ടവറിൽ അവർ ചെയ്തത്. ഈ വാക്ക് ലംഘിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? PK അഹമ്മദ് സാഹിബിന്റെ വീട്ടിൽ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, അതൊക്കെ ചെയ്ത ശേഷമാണ് ഈ നടപടി എടുത്തത്. നടപടിയിൽ എണ്ണി അന്ന് CD ടവറിൽ ഒരു 100-100 ആൾക്കാർ കേട്ടതല്ല. ബൈലക്സിൽ കണക്ഷൻ കൊടുത്ത്
ലോകം മുഴുവൻ കേൾക്കെ വിശദീകരിച്ചു. ഒന്ന്, അത് നടന്ന ഡേറ്റ് എന്നാൽ എല്ലാവരും ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അതായത് ഫെബ്രുവരി 3-ാം തീയതി, കഴിഞ്ഞ ഫെബ്രുവരി 3-ാം തീയതി പ്രോഫ്കോൺ സംഗമത്തിന് വേണ്ടി അവിടെ കൂടിയ യോഗമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ അബ്ദുറഹ്മാൻ സലഫി തന്നെ ഫെബ്രുവരി 23-ാം തീയതി എടത്തനാട്ടുകരക്കടുത്ത് പാലക്കാഴിയിൽ വന്ന് 12:30 മണി വരെ മുഖാമുഖം നടത്തി. 12:30 വരെ. അതൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുള്ളതാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ വിഷയം വന്നപ്പോഴാണ് ഈ 12:30 മണിക്കൊക്കെ പോകാൻ തുടങ്ങിയത്. 23-ാം തീയതി അദ്ദേഹം അവിടെ വന്ന് ഇതേ ചോദ്യം സദസ്സിന്ന് വന്നോ വരുത്തിയോ എന്ന് അവരോട് ചോദിക്കണം. 1 മണിക്കൂർ വീണ്ടും വിശദീകരിച്ചു. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, സാൽവേഷൻ മുതൽ ISM പ്രശ്നക്കാരാണ്, അവർ വിളിച്ചിട്ട് വരാത്തവരാണ്. ISMന്റെ തെരഞ്ഞെടുപ്പ് നടന്നത് ഏകപക്ഷീയമാണ്, ആരുടെ മുമ്പിലും മുട്ടുമടക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സമ്മേളനത്തെ കളിയാക്കിയവരാണവർ. ഇങ്ങനെ തുടങ്ങി ഏകപക്ഷീയമായ വിശദീകരണം. ശരിക്കും ഇവർ ചെയ്യേണ്ടത് എന്താ? ഞങ്ങൾക്ക് രജിസ്റ്റേർഡ് ആയിട്ടാണ് ഒരു കത്ത് വന്നത്. നടപടിയെടുക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. അതാണോ എന്ന് കൂടിയ യോഗത്തിൽ ചോദിച്ചപ്പോൾ അതിന്റെ ഭാഗമല്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് മാധ്യമം പത്രത്തിൽ നിന്നാണ് തീരുമാനമെടുത്ത വിവരം ഞങ്ങൾ അറിയുന്നത്. അതിനു മുമ്പ് വിവരം ഞങ്ങൾ അറിയില്ല, ആ കാര്യം ഞങ്ങൾ അറിയില്ല. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ സംഗതികളിലേക്ക് എത്തിയത് എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അതായത് ഈ ഒരു 2 കാരണങ്ങൾ ഈ രൂപത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ നൽകിയ കത്ത്, ആ കത്ത് അവരിങ്ങോട്ട് രജിസ്റ്റേർഡ് ആയിട്ടാണ് അയച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായി ഞങ്ങളും രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു. കാരണം കത്ത് കിട്ടിയെന്നുള്ള തെളിവ് വേണമല്ലോ. അതിന് TP പറഞ്ഞത് എന്താ? ഒരു കത്ത് അങ്ങോട്ട് രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചപ്പോ വേറൊരു കത്ത് ഇങ്ങോട്ട് രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു, ധിക്കാരം കാണിച്ചു. എന്താ പിന്നെ ചെയ്യാ? അത് രജിസ്റ്റേർഡ് ആയിട്ട് അയക്കില്ലെങ്കിലും ആ കത്ത് കിട്ടിയ വിവരം തന്നെ ഉണ്ടാവില്ല അവിടെ. അതൊരു തെളിവിന് വേണ്ടി എന്താണ് അയച്ചതാണ്. അപ്പൊ അത് അയച്ചപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു എന്നുള്ളതാണ്. വേഗം നടപടിക്ക് കാരണം ഉണ്ടാക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ കത്തിന് ഒരു മറുപടി ഒന്നുകിൽ ഞങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ ആ കത്തിന് ഒരു രേഖാമൂലം തന്നെ രജിസ്റ്റേർഡ് ആയിട്ട് അടുത്ത മറുപടി അയക്കാം, അല്ലെങ്കിൽ ഇത് അടുത്ത കൗൺസിൽ ചേരുന്നുണ്ട്, ആ കൗൺസിലിൽ ഞങ്ങൾ എന്ത് ചെയ്യും, അതിനെപ്പറ്റി ചർച്ച ചെയ്യുമെന്ന് പറയാം. അതല്ലേ ഭരണഘടനാപരമായി ചെയ്യേണ്ടത്? എക്സിക്യൂട്ടീവ് ഞങ്ങൾ ചെയ്ത തെറ്റെന്താ? അവിടെ എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ്? നിങ്ങൾ പറയണം. ISM-ഉം MSM-ഉം ധിക്കാരം കാണിച്ചു എന്ന് അവരുടെ വിശദീകരണം കേട്ട് തെറ്റിദ്ധരിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഞങ്ങൾ ചെയ്ത തെറ്റെന്താ? ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്താ? ഈ വിവരം പത്രത്തിൽ വന്നപ്പോ വേഗം മുതലക്കുളത്തെ ആൾക്കാരൊക്കെ വിളിച്ചുകൂട്ടി വിശദീകരിക്കണമായിരുന്നു. അതാണോ ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? കോഴിക്കോട് ബീച്ചിൽ സമ്മേളനം വിളിച്ച് വിശദീകരിക്കണമായിരുന്നു. അതാണോ ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? അതല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി ഞങ്ങൾ ഇത് ISM-നെ രജിസ്റ്റർ ചെയ്യുമെന്നാണോ പറയേണ്ടിയിരുന്നത്? ഞങ്ങൾ KNM-നെ പിരിച്ചുവിട്ടിരിക്കുന്നുവെന്നാണോ ഞങ്ങൾ പറയേണ്ടിയിരുന്നത്? API-യും TPI-യും ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു എന്നാണോ ഞങ്ങൾ പറയേണ്ടിയിരുന്നത്? ഇതൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് ഞങ്ങൾ ചെയ്തത് എന്താ? KNM ഭരണഘടനയിലുള്ള ഒരു ക്ലോസിന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിച്ചു. എന്താ ക്ലോസ്? എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ കൗൺസിലിന് പരാതി ബോധിപ്പിക്കാം. ഈ ഒരു കാര്യം ഞങ്ങൾ ബോധിപ്പിച്ചു. ഇത് തെറ്റാണോ? ഇപ്പൊ സംഘടനയുടെ ഭരണഘടനയുടെ എല്ലാ ക്ലോസുകളും ഖുർആനിൽ ആയത്തിനേക്കാളും വലിയ പ്രാധാന്യത്തോടു കൂടിയാണല്ലോ സർക്കുലറും സംഘടനയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സംഘടനയുടെ, നിങ്ങൾ പറയുന്ന ആ സംഘടനയുടെ ഒരു ഭരണഘടനയിലെ ഒരു കാര്യം പാലിച്ചുവെന്ന, സംഘടന അച്ചടക്കം പാലിച്ചു എന്നതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഒരു കത്ത് കൊടുത്തു എന്നതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഈ ഇരിക്കുന്നവരിൽ KNM-ന്റെ സംസ്ഥാന കൗൺസിലർമാർ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദാ ബഹുമാന്യരായ കൗൺസിലർമാരെ, നിങ്ങൾക്കാണ് ഞങ്ങൾ കത്ത് തന്നിരിക്കുന്നത്. നിങ്ങൾ കൂടുന്ന ഉന്നതമായ ആലോചനാ സഭയിൽ ദാ ചർച്ച ചെയ്തുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം, ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം എന്ന് മാത്രമേ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളൂ. അതിന് അങ്ങനെയുള്ള ഒരു പ്രതികരിക്കുന്നതിന് പകരം എന്താ ചെയ്യണതറിയോ? മരവിപ്പിച്ച് നിർത്തിയിട്ട് ലോകം മുഴുവൻ ഏകപക്ഷീയമായി വിശദീകരിക്കുക. അതിന് 2 തെളിവാണ് ഞാൻ പറഞ്ഞു. ഒന്ന് TP-യും മദനിയും, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫിയും. ഇതിന്റെ അപ്പുറത്തുള്ള നേതാക്കന്മാർ അധികം ഇല്ലല്ലോ, ആലോചിച്ചോക്കാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഇനി ഞങ്ങൾ പറയാൻ തുടങ്ങിയത്. ഇനി എന്താ എത്ര സമയമെടുത്ത് പറയാൻ കാരണം എന്താ അറിയോ? ചരിത്രത്തിൽ ഇനി രേഖപ്പെടാൻ പോകുന്നത് എന്തിനാണ് ISM-ൽ നിന്ന് ഇന്നയാളെ പുറത്താക്കിയത്, ഇത് പുറത്ത് വിശദീകരിച്ചത് കൊണ്ടാണ് എന്നാണ് ഇനി വരാൻ പോണത്. മനസ്സിലായോ? ഇതുവരെ ഉള്ളതൊന്നല്ല. കാരണം എന്തിനാണ് MSM-നെ എതിരിൽ നടപടിയെടുത്തത്? മലപ്പുറത്ത് പ്രോഫ്കോൺ നടത്തിയതിനാണ് എന്നാണ് ഇനി ചരിത്രത്തിൽ വരാൻ പോകുന്നത്.
അതാണ് ചരിത്രത്തിൽ രേഖപ്പെടാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് അല്പം സമയമെടുത്തുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ വിഷയം പറയാനുള്ള കാരണം. അതാണ്. ഇനി ഇല്ലെങ്കിൽ എഴുതി വെച്ചോളൂ നിങ്ങൾ. എന്താ കാരണം? മലപ്പുറത്തെ പ്രോഫ് കോഡിന്റെ ആ പത്രസമ്മേളനം നടക്കുമ്പോൾ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് അന്ന് വൈകുന്നേരമായപ്പോഴേക്കും വീട്ടിലേക്ക് കത്ത്, നിങ്ങൾ സമരപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കത്ത്. നോക്കി നിങ്ങള്. അപ്പൊ ഇതാണ് കാരണം. അപ്പൊ എന്താ അറിയോ, ഒരാളെ പരമാവധി പുകക്കുക, മടയിലിട്ട് കുത്തുക, കാലുമ്മ ചവിട്ടുക, സൂചി എടുത്ത് കുത്തുക, ഇതൊന്നും ആരും കാണൂല. എന്നിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പ്രതികരിച്ചാൽ അതാ അവൻ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവനെ സംഘടനയിൽ നിന്ന് പുറത്താക്കുക. അതാണ് ഇപ്പോൾ സംഘടന ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ISMന്റെയും MSMന്റെയും വിഷയത്തിൽ ഇപ്പോൾ ചെയ്താലുള്ള പ്രവർത്തനം അതാണ് ഇപ്പൊ ഞാൻ പറയാൻ കാരണം. ഇത് വിശദീകരിച്ചു എന്നതാണ് എന്ത് ഇനി ഉണ്ടാ. ആ കുട്ടികൾ കത്ത് തന്നു എന്നുള്ളത് ശരിയാണ്. ആ കത്തിന് വേണ്ടി ഞങ്ങൾ കൗൺസിൽ കൂടണ്ടേ? ആ കൗൺസിലിന് വേണ്ടി കാത്തിരിക്കുന്നതിനിടയിൽ ഇന്ന സ്ഥലത്തൊക്കെ നേതൃത്വത്തെ ധിക്കാരപൂർവ്വം സംസാരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് ഈ നടപടി ഞങ്ങൾ എടുക്കേണ്ടി വന്നത് എന്ന് വിശദീകരിക്കുന്ന ദിവസം അധികം വിദൂരമല്ല. നിങ്ങൾ എഴുതി വെച്ചോളിയും, കോട്ടക്കലൊക്കെ വിശദീകരണം ഉണ്ടാവും, അപ്പൊ നിങ്ങൾക്ക് കേൾക്കാം. അതുകൊണ്ടാണ് ഞാനിത് ആമുഖമായിട്ട് ഇങ്ങനെ ഈ ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ടായ കാരണമെന്നാണ് ഒന്നാമതായി പറയാനുള്ളത്. പിന്നെ എന്താ സഹോദരങ്ങൾ ഇവിടെയുള്ള പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങളത് വിശദീകരിച്ച് പഠിച്ചാൽ മതി. ഞാൻ സൂചനകൾ മാത്രം പറയാം. ചുരുക്കി പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ നിലവിലുള്ള ഭരണസമിതിയിൽപ്പെട്ട ഒരു മെമ്പർ, അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ കുറെ കാലങ്ങളായി അദ്ദേഹത്തിന്റെ ഒരു ശൈലിയും രീതിയും ഇടപെടലുകളും പെരുമാറ്റങ്ങളും ഒരു സംഘടനക്ക് യോജിച്ചതല്ല. അദ്ദേഹത്തിന് ചില താല്പര്യങ്ങൾ, പെട്ടെന്ന് അദ്ദേഹം ഒരാളോട് തെറ്റും. അതിനധികം കാരണങ്ങളൊന്നും വേണ്ട, ചെറിയ കാരണങ്ങൾ കിട്ടിയാൽ മതി. അതോടുകൂടി തന്നെ അവരോട് വിരോധം വരും. ആ വിരോധം വന്നു കഴിഞ്ഞാൽ ആ വിരോധമുള്ള ആളുകളെ തൻ്റെ സംഘടനയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ ഒതുക്കാനുള്ള ശ്രമം അദ്ദേഹം ഒരുപാട് കാലങ്ങളായി പല വിഷയത്തിലും നടത്തിയിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഓരോരുത്തർക്കും നടപടി എടുക്കുന്ന ഒരു വിശദീകരിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവും കേരളത്തിന് എന്താണെന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചില താല്പര്യങ്ങൾ ആ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഈ സംഘടനയിൽ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പൊ അടുത്ത ചോദ്യം നിങ്ങളിൽ നിന്ന് വരും, എന്ത്? ഒരു വ്യക്തി വിചാരിച്ചാൽ ഇപ്പൊ ഈ സംഘടനയൊക്കെ എങ്ങനെയാവും? ഇതിന് എക്സിക്യൂട്ടീവ് ഇല്ലേ? ഇതിന് കൗൺസിൽ ഇല്ലേ? ഇതിന് ഒരുപാട് പണ്ഡിതന്മാരില്ലേ? ഇവരൊക്കെ പാടൊപ്പം ഇദ്ദേഹത്തിന്റെ പിന്നാലെ എങ്ങനെ നിന്നൊടുക്കുക? അത് ഞങ്ങൾക്ക് ഏതായാലും വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്നാണ് സ്വാഭാവികമായും വരിക. അവിടെ എനിക്ക് പറയാനുള്ള ഒരു മറുപടി രണ്ടാമത്തെ നമ്മുടെ സംഘടനയിലെ ഒരു പ്രശ്നമാണ്. അതെന്താണെന്നറിയോ? നമ്മുടെ ചില ആളുകളുടെ പൂർണ്ണമായി സലഫിയത്ത് ഉൾക്കൊള്ളാനുള്ള പ്രയാസമുണ്ട്. അത് നേതൃത്വത്തിൽ ഇരിക്കുന്ന പല ആളുകൾക്കുമുണ്ട്. അവർക്ക് പല കാര്യങ്ങളും ബുദ്ധിക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ കാര്യങ്ങളെ കാണുന്നത്. അഥവാ അഖിലാനീയത്തിന്റെ ലക്ഷണങ്ങളും അതിന്റെ വേരുകളും ഒക്കെയുള്ള ആളുകൾ ഉണ്ട് എന്നത് മറ്റൊരു വിഷയമാണ്, മറ്റൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ വേറൊരു മൂന്നാമത്തെ വിഷയം, ചില ആളുകളൊക്കെ നിഷ്ക്രിയരാണ് എന്നതാണ്. അവർക്ക് ഇതൊക്കെ നടന്നു പോയാൽ മതി, ഞങ്ങളെ വല്ലാതെ എന്ത് ചെയ്യണ്ട, മേത്തേക്ക് എടുക്കണ്ട, അതൊക്കെ നടന്നു പോയാൽ മതി എന്നുള്ള ലൈനാണ്. ഈ നിഷ്ക്രിയത്വവും അഖിലാനീയത്തിന്റെ സ്വഭാവങ്ങളുമുള്ള കുറച്ചാളുകൾ സ്വാഭാവികമായും നമ്മുടെ സംഘടനയിൽ. അത് എങ്ങനെ വന്നു, എങ്ങനെയാണ് അതിന്റെ അവസ്ഥ എന്നുള്ളതൊന്നും വിശദീകരിക്കാൻ ടൈമില്ല, എനിക്ക് ഭാവിയിൽ വേണമെങ്കിൽ വിശദീകരിക്കാം. സ്വാഭാവികമായും അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹത്തിന്റെ ചില ആളുകളോടുള്ള പ്രയാസങ്ങൾ, അവരോടുള്ള വിരോധങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ഈ അഖിലാനി സ്വഭാവമുള്ള ആളുകളെ കൂടെ നിർത്തി കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കി എന്നതാണ് യഥാർത്ഥത്തിൽ വസ്തുത. അപ്പൊ അദ്ദേഹത്തോട് അങ്ങേയറ്റം വിമർശനമുള്ള, എതിർപ്പുള്ള ആളുകൾ കൂടെ നിന്നൊടുക്കും. അവിടെ ഏതാ നിന്നൊടുക്കണ പോയിന്റ്? ഈ അഖിലാനി ചിന്തയാണ്, വേറൊന്നുമല്ല. അപ്പൊ നിങ്ങൾ അതിൽ വല്ലാതെ സംശയിക്കേണ്ട കാര്യമില്ല. എന്താ ഇവരൊക്കെ പോടെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ കാരണം? അതെന്താ കാരണം? ഈ അഖിലാനി സ്വഭാവം നമ്മുടെ ചില ആളുകൾക്കുണ്ട്. അതുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായ ചില ഘട്ടങ്ങളുണ്ട്. അത് നിഷേധിക്കുകയാണെങ്കിൽ ആ ഘട്ടങ്ങളൊക്കെ ഞങ്ങൾ പറയാം. അപ്പൊ പറഞ്ഞാൽ മതി, വെറുതെ ആൾക്കാരോട് ഇതൊക്കെ പാടെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആ ഒരു സംഗതി ഉള്ളത് കൊണ്ട് തന്നെയാണ് അതുമ്മ ഇവർ യോജിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ. അതുകൊണ്ടാണ് ഇവർക്ക് ഒരു കൂട്ടായ്മ ഈ വിഷയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന്റെ രീതി എന്താന്ന് ചോദിച്ചാൽ, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംഘടനയിൽ അദ്ദേഹം സജീവമാവും.
ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ഇനി പിന്നിലേക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. പ്രശ്നങ്ങളുള്ള സമയത്താണ് അദ്ദേഹം സജീവമായി രംഗത്ത് വരാറുള്ളത്. അല്ലാത്ത സമയത്ത് സാധാരണ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്മൂത്തായി നടക്കുന്ന കാലഘട്ടങ്ങളിൽ സജീവമായ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറില്ല. ഇനി നിങ്ങൾക്കതിന് സംശയം, ഞാൻ തെളിവുകൾ പറയാം. ഇതേ അദ്ദേഹം ഏറ്റവും കൂടുതൽ ജ്വലിച്ചു നിന്ന ഒരു സമയം മടവൂർ പ്രശ്നമുണ്ടാകുന്ന സമയത്താണ്. അന്നാണ് അദ്ദേഹം ജ്വലിച്ചു നിന്ന ഒരു സമയം. അതേപോലെ എന്നാൽ അതിനുശേഷം ആ പ്രശ്നങ്ങൾ കെട്ടടങ്ങി, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു. അതിനുശേഷമുള്ള ഈ 10 വർഷത്തിനിടക്ക് എത്ര പ്രവർത്തനങ്ങൾ ഇവിടെ ശാന്തമായി നടന്നു, എത്രമാത്രം പ്രവർത്തനങ്ങൾ നടന്നു. നമ്മുടെ സമ്മേളനങ്ങൾ, 2 സാൽവേഷനുകൾ, അതുപോലെ തന്നെ ലൈറ്റ് എക്സിബിഷൻ, അതിനു മുമ്പായിട്ട് നന്മയിലേക്ക് തിന്മയ്ക്കെതിരെ എന്ന ക്യാമ്പയിൻ, അതുപോലെ തന്നെ മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന ക്യാമ്പയിൻ, ഇതുപോലെയുള്ള മണ്ഡലം സമ്മേളനങ്ങൾ, ഇങ്ങനെ MSMന്റെയും ISMന്റെയും KNMന്റെയും വ്യത്യസ്ത നേതൃത്വത്തിലും സംയുക്തമായ ആഭിമുഖ്യത്തിലും നടന്ന ഒട്ടനവധി പരിപാടികളും ദഅ്വാ സംരംഭങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ സജീവമായ ഇടപെടലുകൾ ഇദ്ദേഹം നടത്തിയിട്ടില്ല എന്ന് ഈ കഴിഞ്ഞ 10 വർഷം മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് തെളിയിക്കുവാൻ കഴിയുന്ന കാര്യമാണ്. അതിന് ഞാൻ ഒരൊറ്റ തെളിവ് പറയാം. നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും. എന്താ തെളിവ്? കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ദഅ്വാ രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു സെക്രട്ടറി പദമാണ് ദഅ്വാ സെക്രട്ടറി എന്ന് പറയുന്ന ചാർജ്. ദഅ്വാ സെക്രട്ടറി എന്ന് പറയുന്നത് ദഅ്വത്തിന് മൊത്തം നേതൃത്വം കൊടുക്കേണ്ടുന്ന KNMന്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുകയും ഓരോ സമയത്തും എന്താണ് ദഅ്വത്ത് രംഗത്ത് ചെയ്യേണ്ടതെന്ന് കൃത്യമായി രൂപപ്പെടുത്തുകയും പദ്ധതികൾ ഉണ്ടാക്കുകയും സമയാസമയം കൗൺസിലിൽ അവതരിപ്പിക്കുകയും എക്സിക്യൂട്ടീവിൽ പാസ്സാക്കുകയും അതിന്റെ ചർച്ചയ്ക്ക് മറുപടി കൊടുക്കുകയും അത് നിർദ്ധാരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു സമയത്ത് KNMന്റെ ദഅ്വാ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ അദ്ദേഹം സെക്രട്ടറി സ്ഥാനം ആ സമയത്ത് ഏറ്റെടുത്തില്ല, ആ വകുപ്പ് ഏറ്റെടുത്തില്ല. അദ്ദേഹം ആ വകുപ്പ് ഏറ്റെടുക്കാതെ, KNMന്റെ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാതെ, ബഹുമാന്യനായ APAയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മാസങ്ങളോളം യോഗത്തിന് വരാതെ നടന്നിട്ടില്ലേ? ഇല്ല എന്ന് പറയട്ടെ. എന്തേത് കാരണം? അത് ISMന്റെ പ്രശ്നമാണോ? അത് MSMന്റെ പ്രശ്നമാണോ? KNMന്റെ ഒരു സെക്രട്ടറി ദഅ്വാ വകുപ്പ് കൊടുത്തിട്ട് അത് ഏറ്റെടുക്കാതെ കുറച്ചു കാലം നടന്നിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു സംഘടനയിലെ പ്രശ്നം? ISMഉം MSMഉം ഉണ്ടാക്കിയ പ്രശ്നമാണോ അത്? അല്ല. അഥവാ അവർക്കിടയിൽ തന്നെ പ്രയാസങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട്. ജാമിയ നദവിയയുമായി ബന്ധപ്പെട്ട അനവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജാമിയക്ക് വേണ്ടി എടുക്കുന്ന പല തീരുമാനങ്ങളും KNM എക്സിക്യൂട്ടീവിൽ നിന്ന് അദ്ദേഹം എടുക്കുന്നതിന് വേണ്ടി വരുമ്പോൾ അത് യോജിപ്പില്ലാത്തതിന്റെ പേരിൽ ബഹുമാന്യനായ APയും TPയും അത് ആ തീരുമാനം വരാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആർക്കാണ് അറിയാത്തത്? അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. സാൽവേഷൻ നടക്കുന്നു, തടമ്പാട്ട് താഴത്ത് സാൽവേഷൻ നടക്കുമ്പോൾ കേരളത്തിന് അധികം പരിചയമില്ലാത്ത ഒരു എക്സിബിഷൻ. മുമ്പ് നമ്മൾ പുളിക്കൽ സമ്മേളനത്തിലൊക്കെ എക്സിബിഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും നൂതനമായ സാങ്കേതിക വിദ്യകളിലൂടെ കൊണ്ടുവന്നുകൊണ്ട് ഒരു എക്സിബിഷൻ എന്ന ആശയം എല്ലാവരും ഉത്കണ്ഠയോടുകൂടി നോക്കി നിന്ന ഒരു സമയമാണ്. എന്താ കാരണം? എങ്ങനെയാണ് എക്സിബിഷൻ നടത്തുക, എങ്ങനെ ഇസ്ലാമിനെ അതിലൂടെ പ്രസന്റ് ചെയ്യുക? അന്ന് ഞങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു അത്. എവിടെ അതിന്റെ പ്രചരണത്തിന് ചെന്നാൽ ആളുകൾ ചോദിക്കും, എങ്ങനെ ഇപ്പൊ ഈ എക്സിബിഷൻ, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്നിട്ടൊരു CD ഉണ്ടാക്കിയിരുന്നു അന്ന്. ആ CD കാണിച്ചു കൊടുക്കും. അത് കണ്ടു കഴിഞ്ഞാലും പറയും, എന്താ പാകതൊക്കെ. ഏതുവരെ അവസാന സാൽവേഷൻ നടക്കുന്ന സമയത്ത് പോലും ആളുകൾ ബേജാറോടുകൂടി ചോദിച്ചു, എന്തായിരിക്കും ഇത്, എന്താ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക എന്ന ആശങ്കയിൽ നിന്ന്. പക്ഷേ നമ്മുടെ ശക്തമായ ദഅ്വാ പ്രവർത്തനങ്ങൾ കാരണം കേരളം മുഴുവൻ ഇളകി മറിഞ്ഞ് അവിടേക്ക് ജനങ്ങൾ വന്നു. മടവൂരികൾ വരെ. മടവൂരികൾ ലൈൻ നിന്നപ്പോ പത്രം കൊണ്ട് മുഖം മറച്ചിരുന്നു. എന്താ, വെയിൽ കൊള്ളാതിരിക്കാനാണെന്നാണ് ഭാഷ്യം. അല്ല, ഇതിനെ വിമർശിച്ച ആൾക്കാരാ വരിയിൽ വന്ന് നിൽക്കണം. ജനങ്ങൾ കാണുന്നുള്ള പേടിയാ, ലജ്ജയാണ്. അതുകൊണ്ടാണ് അവർ മുഖം മറച്ചത്. എന്നിട്ടോ അവിടെ നിന്ന് അവരൊക്കെ പാടെ കണ്ടു, അവർ കയറി വന്ന് കണ്ടത് കണ്ടു. അങ്ങനെ വ്യാപകമായി അമുസ്ലിമീങ്ങളുടെ ഒഴുക്ക് എല്ലാവരും അത് കണ്ടു. എല്ലാവരും സന്തോഷിച്ചു. മുജാഹിദുകൾ സന്തോഷിച്ചു, മുജാഹിദുകളല്ലാത്തവർ സന്തോഷിച്ചു. BJPയുടെ ഒരു പ്രതിനിധി വരെ അവരുടെ ആളുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളതൊന്ന് പോയി കാണണം എന്ന് അദ്ദേഹം അവരോട് വിളിച്ചു പറഞ്ഞു. അത്ര വരെ ഗംഭീരമായൊരവസ്ഥ വന്നു. പക്ഷേ ആ സമയത്തും ദുഃഖിക്കുന്ന, അല്ലെങ്കിൽ ദേഷ്യം പക ഉള്ളിൽ വെച്ച് നടന്നിരുന്ന ഒരു വ്യക്തി ഇദ്ദേഹമായിരുന്നു.
ഇദ്ദേഹമായിരുന്നു. അതിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം അത് കൃത്യമായി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ ഇതിന്റെ ഓട്ടപ്പാച്ചിലായിരുന്നു. തടമ്പാട്ട് താഴത്തെ ആ ഗ്രൗണ്ട് ഗവൺമെന്റ് നമുക്ക് നിഷേധിക്കുകയും പല കാരണങ്ങളാൽ പ്രയാസപ്പെടുകയും ചെയ്ത് അതെങ്ങനെയെങ്കിലും ഒന്ന് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയക്കാരുടെയും ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെയും ഉത്തരവാദപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ മുമ്പിൽ അവരോട് ബന്ധപ്പെടുകയും അവരുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കാൻ പറ്റിയ ആളുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ സമയം ഏതുവരെ 4-5 ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവിടെ അതിന് അനുവാദം പൂർണ്ണമായി കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ആരെയും അറിയിക്കാതെ അത് 2-3 ആളുകളിൽ മാത്രം ഒതുക്കി വെച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളുമായി ഞങ്ങൾ ഒരു ഭാഗത്ത് മുന്നോട്ട് പോയി. മറുഭാഗത്ത് ദഅവ നടന്നു. കാരണം ഈ ഒരു വിഷയം ലീക്കായാൽ ജനങ്ങൾ ദഅവ നിർത്തിവെക്കും, ആളുകൾ അങ്കലാപ്പിലാകും. അതുകൊണ്ട് ഇവരത് അറിയരുതേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ക്രൈസിസ് തരണം ചെയ്യുകയും മറുഭാഗത്ത് ദഅവത്തുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സന്ദർഭം. ആ സമയത്ത് പ്രോഗ്രാമിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തെയും അതുപോലെ തന്നെ ബഹുമാനായ അക്ബർ സാഹിബിനെയും ഒക്കെ ഏൽപ്പിച്ച് അവരെ യോഗം ഞങ്ങൾ വിളിച്ചു വരുത്തിയിരുത്തിയിട്ട് അത് പൂർണ്ണമായി ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവമല്ല അവരുടെ ചർച്ചയിൽ നിന്ന് കണ്ടത്. എന്നാൽ ഏറ്റെടുക്കില്ല എന്ന് പറയുകയും ചെയ്തില്ല. അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനെനിക്ക് കഴിയില്ല എന്ന് കാര്യകാരണ സഹിതം പറഞ്ഞ് അവിടെ ഒഴിവാക്കുകയാണെങ്കിൽ വേറൊരാളെ വെച്ച് കണ്ട കാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ അതങ്ങനെ പറയാതെ ആ യോഗത്തിൽ പല രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച് അവസാനം അവരത് ഏറ്റെടുത്ത് നടത്തുന്ന അവസ്ഥയല്ല ഉണ്ടായത്. പിന്നീട് വളരെ പ്രയാസപ്പെട്ട് പണിപ്പെട്ട് ദിവസങ്ങളോളം ഉറങ്ങാതെ ഇരുന്നു കൊണ്ടാണ് ഞങ്ങൾ ആ സെക്രട്ടേറിയറ്റ് കൂടി ആ പ്രോഗ്രാം പൂർത്തിയാക്കിയത്. പിന്നെ അതൊക്കെ നടക്കുന്നു കണ്ടപ്പോ ആ ദിവസങ്ങളോട് അടുത്ത ദിവസം വന്നപ്പോ ഇവരൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്നതും സ്റ്റേജിൽ ഇരുന്നിട്ടുണ്ട് എന്നതും ഗസ്റ്റ് റൂമിൽ ഉണ്ടായിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ശൈഖന്മാരും അറബികളും വന്നപ്പോൾ അവരോട് സംസാരിക്കാനും അവരോട് ഇടപഴകുവാനും ഞങ്ങളാണ് ഇതിന്റെയൊക്കെ ആളുകൾ എന്ന് കാണിക്കുവാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ സാമാന്യമായി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഒരു ഇഷ്ടത്തോടു കൂടിയല്ല അവിടെയും അദ്ദേഹം വന്നത്. ഞാൻ ചോദിക്കട്ടെ, മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന KNM-ന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ആ മണ്ഡലം സമ്മേളനങ്ങളുടെ ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം അതിന് കൃത്യമായ രൂപത്തിലുണ്ടായത്? ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട് എന്നല്ലാതെ അതിന്റെ സംഘാടനത്തിലും അതിന്റെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിലും എവിടെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്? ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു പ്രശ്നം സംഘടനയിലുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവുന്നു എങ്കിൽ അതിനെ ചട്ടം പിടിച്ചുകൊണ്ട് അത് പ്രശ്നത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പ് തീർക്കാൻ നേതൃത്വത്തെ കൈപ്പിടിയിലാക്കിക്കൊണ്ട് ആ വിഷയത്തെ ഉപയോഗിക്കാൻ കടന്നു വരിക എന്നതല്ലാതെ അദ്ദേഹം മറ്റൊന്നും ഈ രംഗത്ത് ചെയ്യാറില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും വാഴക്കാട് ഖണ്ഡന പ്രസംഗം. വാഴക്കാട് ഖണ്ഡന പ്രസംഗം ആ പേരോടുമായുള്ള ദീർഘമായ ഖണ്ഡന പ്രസംഗം അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരുപാട് സംവാദങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒരുപാട് മുഖാമുഖങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഹൊസങ്കടിയിൽ ഉണ്ടായിട്ടില്ലേ? കൊണ്ടോട്ടിയിൽ ഉണ്ടായിട്ടില്ലേ? മണ്ണാർക്കാട് ഉണ്ടായിട്ടില്ലേ? അതുപോലെ ഈ കോട്ടക്കലിൽ ഉണ്ടായിട്ടില്ല, ആലുവയിൽ ഉണ്ടായിട്ടില്ലേ? എത്ര സ്ഥലങ്ങളിൽ ഉണ്ടായി? ഈ സംവാദങ്ങളിൽ നേർക്ക് നേരെ അവരോട് പോരാടാൻ ഇദ്ദേഹത്തെ എത്ര വേദിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്? എത്ര വേദിയിൽ കണ്ടിട്ടുണ്ട്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ പിളർപ്പ് വരെയുള്ള ഒരു പ്രസംഗം സ്ഥിരം അദ്ദേഹം നടത്താറുണ്ടെന്ന് ഒഴിച്ചു നിർത്തിയാൽ വൈജ്ഞാനികമായി കാലികമായ വിഷയങ്ങളിൽ കൃത്യമായ ധാരണ കൊടുത്തുകൊണ്ടുള്ള എത്രമാത്രം വിഷയങ്ങളിൽ ഇടപെടാറുണ്ട്. ഉപരിയുപ്പളവുമായ കാര്യങ്ങൾ മണിക്കൂറുകൾ എടുത്തുകൊണ്ട് സമയം ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു സ്ഥിരം പ്രസംഗമുണ്ട്. ഞാൻ പറയുന്നത് അത്രയും വലിയൊരു പണ്ഡിതനെ കൊച്ചാക്കി പറയാൻ ഇവനാരാണ് ആള്? എന്റെ നാട്ടിൽ വന്ന് അദ്ദേഹം തന്നെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ചില സ്കൂൾ മാഷന്മാർ ഇറങ്ങിയിട്ടുണ്ട് എന്ന്. ചില സ്കൂൾ മാഷന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു സ്കൂൾ മാഷ് എന്ന നിലക്കല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ വേണ്ടി പറയാണ്. എന്നാൽ അദ്ദേഹം വിവരമില്ലാത്തവനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് പറയുകയുമില്ല. പണ്ഡിതനല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും അദ്ദേഹം പണ്ഡിതനല്ല എന്ന് ഞാൻ പറയുന്നുമില്ല. പാണ്ഡിത്യമുണ്ട്, വിവരമുണ്ട്, അറിവുണ്ട്, വിവേകമുണ്ട്, ഇതെല്ലാമുണ്ട്. പക്ഷെ അതെല്ലാം പാടെ കൂട്ടി ഈ പ്രസ്ഥാനത്തിന്റെ നന്മക്കല്ല അദ്ദേഹം ഉപയോഗിച്ചത് എന്ന് മാത്രമേ പറഞ്ഞതിന്റെ ചുരുക്കമുള്ളൂ. ആ പ്രയാസമാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അത് നമ്മൾ തെളിയിച്ചു പറഞ്ഞ് കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കേണ്ട സമയം ആയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോൾ സുഹൃത്തുക്കളെ, അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെയൊക്കെ ഉള്ളിൽ നിന്ന് അദ്ദേഹം അതൊക്കെ MSM ISM അദ്ദേഹത്തെ ഒഴിവാക്കിയതുകൊണ്ടാണോ? ഈ സംവാദങ്ങളൊന്നും ഞങ്ങളാരും സംഘടിപ്പിച്ചതല്ല.
അതിൽ ഉണ്ടായിരുന്നത് ഹനീഫ് കായക്കൊടിയും അനസ് മൗലവിയും അതുപോലെ തന്നെ ഫൈസൽ മൗലവിയെ പോലെയുള്ള ആളുകളും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളാരും അതിനെ ചർച്ചക്കും പോകാറില്ല, അതിനെ ഉണ്ടാകാറില്ല, ആരാണ് അതിന് ചെയ്യാറുള്ളത് ഉണ്ടാകാറില്ല. അതൊക്കെ അവർ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തെ ഇന്ന് മാറ്റി നിർത്തി എന്ന് പറയില്ലല്ലോ, ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്ന് പറയില്ലല്ലോ. അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ പലപ്പോഴും മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, നമ്മളല്ലല്ലോ ഇതിൽ നിന്നൊന്നും അദ്ദേഹത്തെ നമ്മൾ മാറ്റി നിർത്തിയില്ല, കാരണം നമ്മളൊന്നും അല്ല ഇതിന്റെ സംഘാടകരായിട്ടുണ്ടായിട്ടുള്ളത്. പിന്നെ എന്തേ വരാതിരുന്നത്? അത് ഇവരൊക്കെ പറയേണ്ടതാണ്. ഇനി വലിയ ജമിയത്തുൽ ഉലമന്റെ KNM വലിയ ആളായതുകൊണ്ട് ചെറിയ സംവാദത്തിനൊന്നും വരണ്ടെന്ന് തീരുമാനിച്ചതാണോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ അതും അവർ പറയേണ്ടതാണ്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് വരാതിരുന്നത് എന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, സജീവമായി സംഘടനാ പ്രവർത്തനം സ്മൂത്തായി നടക്കുന്ന സമയത്തൊന്നും അദ്ദേഹം മര്യാദക്ക് യോഗത്തിന് വരൂല, എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കൂല. ഞാൻ ചോദിക്കട്ടെ, ആ കഴിഞ്ഞ 10 കൊല്ലത്തെ മിനുട്സ് മുജാഹിദ് സെന്ററിൽ ഉണ്ടല്ലോ, ആ മിനുട്സിൽ എത്ര സെക്രട്ടേറിയറ്റുകൾക്ക് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്? എത്ര എക്സിക്യൂട്ടീവിനെ പങ്കെടുത്തിട്ടുണ്ട്? എത്ര കൗൺസിലിൽ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന വകുപ്പ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്? അതിന് പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 1.5 വർഷമായി പ്രശ്നം രൂക്ഷമായപ്പോ കുറെ കടലാസ് കൊണ്ടെന്ന് വായിക്കലും എഴുതലും പദ്ധതി അവതരിപ്പിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എത്രത്തോളം ആയി എന്നുള്ളത് വേറെ വിഷയമാണ്. അതിന് മുമ്പുള്ള കൗൺസിലുകൾ നിങ്ങൾ എടുത്ത് പരിശോധിക്കണം. 1 മണിക്കൂർ ഒന്നായിട്ടാണ് പ്രസംഗിക്കുന്നല്ലാതെ ആ ഒരു പ്രവർത്തനം എന്ന നിലക്ക് ഉത്തരവാദിത്തം നിർവഹിക്കുന്നിടത്ത് എവിടെയാണ് അദ്ദേഹം ഉണ്ടായത്? അദ്ദേഹം യോഗത്തിന് വരും, സെക്രട്ടേറിയറ്റിന് വരും, മീറ്റിങ്ങിന് വരും, ഒക്കെ ശരിയാണ്. എപ്പോഴാ വരിക എന്നറിയോ? അദ്ദേഹത്തിന് ഒരു അജണ്ട ഉണ്ടെങ്കിൽ മാത്രം. അദ്ദേഹത്തിന് ഒരു അജണ്ട ഉണ്ടെങ്കിൽ ആ മീറ്റിങ്ങിന് നേരത്തെ എത്തും, സമയത്തെത്തും, മണിക്കൂറുകളോളം ഇരിക്കും. എത്ര സമയം നീട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അജണ്ട ഇല്ലെങ്കിലോ ആ വഴിക്ക് വരാൻ അദ്ദേഹത്തോട് കിട്ടൂല. സ്വാഭാവികമായിട്ട് പ്രസംഗം ഏൽപ്പിച്ചവർക്കും കുറേയൊക്കെ പരിചയം ഉണ്ടാവും. പ്രസംഗം ഏൽപ്പിച്ചാലും ഇത് ഏറ്റവും ഏറ്റില്ലെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ആ രൂപത്തിലാ പലപ്പോഴും പരിപാടിയും നല്ല കാലത്ത് ഏൽക്കല്. പക്ഷെ ഇങ്ങനത്തെ കാലം വന്നാലോ വിളിക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് വിളിച്ചിങ്ങാണ്ട് വരാനുള്ള പരിപാടി ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ താല്പര്യം. എവിടെയാണ് ഇതിന്റെ താല്പര്യം എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതാണ് ഒരു കാര്യം എനിക്ക് അതിൽ പറയാനുള്ളത്. പിന്നെ വേറൊരു സ്വഭാവം എന്താന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന്റെ താല്പര്യത്തിന് ആരെങ്കിലും നിന്നു കൊടുക്കാതിരുന്നാൽ അവരെ വേട്ടയാടാനുള്ള പദ്ധതികൾ അദ്ദേഹം ഉണ്ടാക്കും. സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് അവരെങ്ങാനും പ്രതികരിച്ചാലോ അപ്പൊ പറയും ഇത് KNM-നും KJU-നും എതിരായിട്ടുള്ള പ്രതികരണമാണ് എന്ന് പറയും. അദ്ദേഹത്തെ വിമർശിച്ചാൽ KNM-നെ വിമർശിച്ചു, അദ്ദേഹത്തെ വിമർശിച്ചാൽ KJU-നെ വിമർശിച്ചു എന്നാണ് അദ്ദേഹം വരുത്തി തീർക്കുക. അതാണ് അവർ വരുത്തി തീർക്കുക. ഞാൻ ഈ വിഷയം രൂക്ഷമായി നിന്ന സന്ദർഭത്തിൽ KNM-ന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ചർച്ച വന്നപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാനാണ് പ്രശ്നക്കാരൻ എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, ആ യോഗത്തിൽ മറ്റാരെങ്കിലും അപ്പൊ പറഞ്ഞതല്ല. അദ്ദേഹം പറയണത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണക്കാരൻ ഞാനാണ് എന്നാണ് എല്ലാവരും പറയണത്. അതുകൊണ്ട് ഞാനാണ് ഈ പ്രശ്നത്തിന്റെ കാരണമെന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ സിമ്പതിയോടുകൂടി അവിടെ സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു AP-യും DP-യും പറഞ്ഞാൽ ഞാൻ മാറിന്നോളാ, പിന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു അഷ്റഫ് പറഞ്ഞാലും ഞാൻ മാറിന്നോളാ എന്നുവരെ അദ്ദേഹം ആ എക്സിക്യൂട്ടീവിൽ പറയണ്ടേ. അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കയറിയിട്ടല്ല, എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കുന്ന കൂട്ടത്തിൽ ഞാനും പങ്കെടുത്തു. അപ്പൊ പങ്കെടുത്തപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പൊ സലഫി പറഞ്ഞ കാര്യം എല്ലാവരും മുഖവിലേക്ക് എടുക്കണം. അദ്ദേഹമാണ് സംഘടനയുടെ പ്രശ്നം, ഈ സംഘടനയിലെ പ്രശ്നമെന്ന് ജനങ്ങൾ പറയുന്നുവെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ ഉത്തരവാദപ്പെട്ട യോഗത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു നിർദ്ദേശം, ഇപ്പോൾ സംഘടനയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ ഇനി അദ്ദേഹത്തിനെ ഏൽപ്പിക്കേണ്ടതില്ല. അദ്ദേഹത്തിനു പകരം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ 3 ആളുകളെ ചുമതലപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഞാൻ അതിന് പറഞ്ഞൊരു തത്വം എന്താന്ന് ചോദിച്ചാൽ, ആ 3 ആളുകൾ അത് കൈകാര്യം ചെയ്യുകയും അതിന്റെ വസ്തുത പുറത്തു കൊണ്ടുവരികയും ഒരു റിപ്പോർട്ട് എക്സിക്യൂട്ടീവിന്റെ മുമ്പിൽ വെക്കുകയും ചെയ്താൽ, അദ്ദേഹം പറയുന്നത് ഹക്കാണെങ്കിൽ അതല്ലേ ആ റിപ്പോർട്ടിന് തെളിയുള്ളൂ. അബ്ദുറഹ്മാൻ സലഫിയിൽ അടുക്കൽ നിന്ന് ഒരു തകരാറ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഈ 3 ആളടങ്ങുന്ന കമ്മിറ്റി യഥാർത്ഥത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ച അതിന്റെ ഗുണായിരിക്കാം. ഒന്നാമത്തെ ഗുണം അബ്ദുറഹ്മാൻ സലഫിക്കാണ്. എന്താ കാരണം? അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറയുന്നത് ആ 3 അംഗ സമിതിയാ പറയുന്നത്. ആ 3 അംഗ സമിതിന്റെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് കിട്ടിയാൽ അദ്ദേഹത്തിന് പറയാം, സഹോദരങ്ങളെ, മാലോകരെ, ഇതാ ഞാനല്ലാത്ത 2-3 ആളുകൾ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുകയും ആളുകളുടെ പരാതികൾ കേൾക്കുകയും അത് പഠിക്കുകയും ചെയ്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഞാൻ പ്രശ്നക്കാരനല്ല, ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല എന്ന ഈ രേഖ അദ്ദേഹത്തിനാണ് ഒന്നാമതായി സഹായമായി എത്തുക, അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് സഹായമാകുന്ന ഒരു വർത്താനം ഞാൻ യഥാർത്ഥത്തിൽ ആ രൂപത്തിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ
അദ്ദേഹം സത്യമാണ് പറയുന്നത്, അദ്ദേഹത്തിന് ഗുണമായിട്ടാ കിട്ടുക. അതിന് ഞാൻ 3 ആളുകളെ പേരും പറഞ്ഞു. പക്ഷേ എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ യോഗത്തിന് ശേഷം പിന്നീട് ഞാൻ കേട്ടത്, ഉത്തരവാദപ്പെട്ട ഒരാളുടെ നാവിൽ നിന്ന് കേട്ടത്, KNM-നെ വിചാരണ ചെയ്യാൻ കമ്മീഷനെ വെക്കണമെന്ന് ISM-ന്റെ സംസ്ഥാന പ്രസിഡന്റ് യോഗത്തിൽ പറഞ്ഞു എന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്ത് അദ്ദേഹത്തിനോട് എന്തെങ്കിലും വിമർശനം പറഞ്ഞാൽ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞാൽ അത് വേഗം KNM-ന് നേരെ പറഞ്ഞു, KJU-ന് നേരെ പറഞ്ഞു എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് നാട്ടിൽ പ്രചരിപ്പിക്കുക. അത് ആരടിയില? കാരണന്മാരടിയിൽ. അഷ്റഫ് വളരെ ഇതാണല്ലോ, ഓൻ ആരാത് പറയാൻ? ഇത്രയും വലിയ പണ്ഡിതന്മാരെ വിചാരണ ചെയ്യാൻ 3 ആളെ വെക്കണം. ആ യോഗത്തിൽ തന്നെ ചില ആളുകൾ പറഞ്ഞു, അത് പാടില്ല, അങ്ങനെ 3 ആളെ വെക്കാൻ പാടില്ല, അങ്ങനെ സംഘടനാ പ്രശ്നം KNM, ISM, MSM ഒക്കെ കൂടി ഇരുന്ന് ചർച്ച ചെയ്യാന്നല്ലാതെ ഇങ്ങനെ പുറത്തുള്ള ആൾക്കാരെ 3 ആളെ ഏൽപ്പിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഈ 3 ആളുകൾ എന്ന് പറഞ്ഞത് പുറത്തുള്ളവരല്ല. ഒന്ന് PP ഉണ്ണിക്കുട്ടി മൗലവിയുടെ പേരാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം പുറത്തുള്ളയാളല്ല. മറ്റൊന്ന് PN അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ പേരാണ് പറഞ്ഞത്, അദ്ദേഹം 10-30 കൊല്ലമായി നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യ അദ്ദേഹമാണ്. അദ്ദേഹവും സംഘടനക്ക് പുറത്തുള്ളയാളല്ല, എക്സിക്യൂട്ടീവിലുള്ള ആളാണ്. മൂന്നാമത് ഞാൻ പറഞ്ഞത് ബഹുമാന്യനായ കരുവള്ളി മുഹമ്മദ് മൗലവിയുടെ പേരാണ്. ഇവിടെയുള്ള കാരണന്മാരൊന്നും ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയുന്നത്. കരുവള്ളി മുഹമ്മദ് മൗലവിയും PN അബ്ദുൽ ലത്തീഫ് മൗലവിയും അതുപോലെ തന്നെ ഉണ്ണിക്കുട്ടി മൗലവിയും ഈ വിഷയം ഒന്ന് കൈകാര്യം ചെയ്യട്ടെ എന്നേ പറഞ്ഞതുള്ളൂ. എന്ത്? ഈ സംഘടനയിലെ ഈ പ്രശ്നം എന്താണ് എന്ന് കൃത്യമാകണം. അന്നത്തെ യോഗത്തിൽ തന്നെ സലഫി ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഇവിടെ ജിന്നൊന്നും അല്ല പ്രശ്നം. അദ്ദേഹം പറഞ്ഞു അന്ന്, ഇവിടെ ജിന്നൊന്നും അല്ല പ്രശ്നം. അതും ഞാൻ ചേർത്ത് പറഞ്ഞു, ഇവിടെ ജിന്നല്ല പ്രശ്നമെന്ന് സലഫി പറയുന്നു, അദ്ദേഹമാണ് പ്രശ്നമെന്ന് ജനങ്ങൾ പറയുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് പരാതി ഇനി സ്വീകരിക്കേണ്ടത് ഈ 3 അംഗ സമിതിയാകട്ടെ. അദ്ദേഹം തൽക്കാലം പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ സംഘടനയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പ്രശ്നം കൈകാര്യം ചെയ്യുന്ന ഒരു 3 ആളെ ഏറ്റെടുക്കട്ടെ. എന്നിട്ട് എന്താണ് ആളുകൾ ഇദ്ദേഹത്തെ പറ്റി പറയുന്നത്, അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്, അത് അദ്ദേഹവും അവരുടെ മുമ്പിൽ പറയട്ടെ. ഈ വിഷയം വന്നപ്പോ അത് സഹിക്കാനും ആ ഒരു നിർദ്ദേശം പാലിക്കാനും അതിലേക്ക് വരാനും അവർ തയ്യാറായില്ല എന്നതാണ് വിഷയം. എന്നിട്ട് ഇതിനെപ്പറ്റി പ്രചരിപ്പിച്ചത് എന്താ? യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ചത് നേരത്തെ പറഞ്ഞ രീതിയിൽ KNM-നെതിരിൽ സംസാരിക്കാൻ വേണ്ടി കമ്മീഷനെ വെക്കണം എന്ന് പറഞ്ഞു. ഇതാണ് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞാൽ വേഗം ഇത് പറയും. അപ്പൊ എന്താ നമുക്കിവിടെ ചോദിക്കാനുള്ളത്, അദ്ദേഹം മാത്രം കൈകാര്യം ചെയ്താലേ മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രശ്നം തീരുള്ളൂ? അതും ആ ജനങ്ങൾ വ്യാപകമായിട്ട് അദ്ദേഹമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ എന്താ തൽക്കാലം ഒന്ന് മാറി വേറൊരു 3 ആൾ കൈകാര്യം ചെയ്ത് എന്താ വരാൻ പോണത്? അത് പറയുമ്പോഴേക്ക് തട്ടിപ്പോകാനുള്ള കാരണം എന്താ? അതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇത് പിന്നെ ഇദ്ദേഹത്തിന്റെ താല്പര്യത്തിന് എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ KNM-നെതിരാണ്, KJU-നെതിരാണ് എന്ന് പറഞ്ഞ രീതി ഉണ്ടാക്കും. അതേപോലെ തന്നെ സജീവമായി പ്രവർത്തിക്കുന്നവരോട് ഇയാൾക്ക് പ്രതിഷേധമുണ്ടാകും, സ്വാഭാവികമായിട്ടും. അത് സ്വാഭാവികമായും ഉണ്ടാകും. ഇത് തീർക്കാൻ അദ്ദേഹം വഴി ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് എന്ത്? ഒന്ന്, ഈ സംവാദങ്ങളിലൂടെയൊക്കെ സക്കരിയ മൗലവിയെ പോലെയുള്ള ആളുകളൊക്കെ ഉഷാറായിട്ട് രംഗത്ത് വന്ന് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ISM-ഉം MSM-ഉം ഒക്കെ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി സാൽവേഷനും പരിപാടിയായി ജനങ്ങളിൽ വ്യാപകമായ പ്രചാരണങ്ങളുമായി ഒരു മറുഭാഗത്തും പോകുന്നുണ്ട്. ഇദ്ദേഹം ഇതിന്റെ ഇടയിൽ എവിടെയും എന്ത് ചെയ്യണില്ല, ഒരു നിലയില്ല വെള്ളത്തിൽ വന്നതുപോലെ ഇങ്ങനെ നടക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ. ആ സമയത്താണ് മടവൂരികൾ സാൽവേഷൻ സമയത്ത് ഒരു CD-യുമായി രംഗത്തിറങ്ങുന്നത്. ഒരു CD-യുമായി വരുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ആ CD അബ്ദുസ്സലാം സുല്ലമി കാസർഗോഡ് പ്രസംഗിച്ച ഒരു CD നാട് മുഴുവൻ ക്ലിപ്പിട്ട് നടന്ന സംഭവം. ഞാൻ വിശദീകരിച്ച് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് ആ ക്ലിപ്പ് കട്ടുമുറിച്ച് പിന്നെ നമ്മുടെ ശംസുദ്ദീൻ ബാലത്തിന്റെയും അതുപോലെ തന്നെ സക്കരിയ മൗലവിയുടെയും ഒക്കെ പ്രസംഗത്തിലെ ക്ലിപ്പ് എടുത്തുകൊണ്ട് ആ ജിന്നിലേക്ക് പോയി, അന്ധവിശ്വാസത്തിലേക്ക് പോയി പറഞ്ഞ് നാട് മുഴുവൻ സാൽവേഷന്റെ വിജയം കെടുത്തുന്നതിന് വേണ്ടി അവർ രംഗത്ത് വന്നത്. ഇത് ശരിക്ക് ചെയ്യേണ്ടിയിരുന്നത് എന്താ? ഇതിനെ പ്രമാണബദ്ധമായി നേരിടാണ് വേണ്ടിയിരുന്നത്. നമുക്കൊരു തകരാറും പറ്റിയിട്ടില്ല എന്നുള്ള വസ്തുത ജനങ്ങൾ അറിയിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. 2 കാര്യമാണ് അവിടെ ചെയ്യേണ്ടത്. ഒന്ന്, ഈ കാര്യം ചെയ്യുക. രണ്ടാമത്തത്, ആ പറഞ്ഞതിൽ വല്ല തകരാറും നമ്മൾ ആൾക്കാരുടെ അടുത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തകരാറ് ഇന്നതാണെന്ന് പറഞ്ഞ് തിരുത്തേണ്ടത് തിരുത്തുക, വിശദീകരിച്ചു കൊടുക്കേണ്ടത് വിശദീകരിച്ചു കൊടുക്കുക. അതെന്ത് ചെയ്തു? ആ CD പിൻവലിച്ചു. ആ വിഷയം അതോടുകൂടി തീരേണ്ടതാണ്. പക്ഷെ തീർന്നില്ല. എന്ത് സംഭവിച്ചു? വീണ്ടും ഇത് വിശദീകരണങ്ങളും കാര്യങ്ങളുമായി പിന്നീട് മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അവിടെ പണ്ഡിതോചിതമായ ആ വിവാദമുണ്ടായപ്പോൾ ഒരു ചർച്ച നടത്താൻ KJU ഇപ്പോൾ കാണിക്കുന്ന താല്പര്യം അന്ന് കാണിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ ബുക്കൊക്കെ ഇറക്കാൻ കാണിച്ച താല്പര്യം ഉണ്ടല്ലോ, പെട്ടെന്ന് ഏകപക്ഷീയമായിട്ട് അങ്ങനെയുള്ള ഒരു താല്പര്യം, അങ്ങനെയുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ സജീവത,
ആ സമയത്ത് എന്ത് ചെയ്തില്ല, അവർ കാണിച്ചില്ല എന്നതാണ് ഈ പ്രശ്നം വഷളാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അഖിലാനി സ്വഭാവം ഇവരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് അത് ചർച്ചക്കെടുക്കാൻ അന്ന് അവർക്ക് വൈമനസ്യം വന്നത്. കാരണം എന്താ അറിയോ, അത് ചർച്ച ചെയ്താൽ ഒറ്റ വാക്ക് പറഞ്ഞ വേറെ വിഷയമൊന്നുമില്ല, അത് നമുക്ക് അങ്ങനെ തന്നെ വേഗം മനസ്സിലാക്കുക നല്ലത്. അത് ചർച്ച ചെയ്താൽ ഒരു കാര്യം മനസ്സിലാവും, എന്ത്? ശൈത്താൻ വസ്വാസ് മാത്രമല്ല ഉണ്ടാക്കുക, അത് ബാധയുണ്ടാക്കും, അത് ഉപദ്രവിക്കും, രോഗം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഖുർആനിലും ഹദീസിലും പറഞ്ഞ ചികിത്സയും ഉണ്ട്. അഥവാ റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന ചികിത്സാ രീതിയുണ്ട്. റുഖിയ ശിർക്കിയെയാണ് നമ്മൾ വിരോധിച്ചിട്ടുള്ളത്, നമ്മൾ വിമർശിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ സമയത്ത് നമ്മളൊക്കെ ഇപ്പം ഈ ഇരിക്കുന്ന പല കാരണവന്മാർ, എൻ്റെ വാപ്പ മരിച്ചുപോയി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ പഴയ കാരണവന്മാരുടെ മനസ്സെന്താന്ന് വെച്ചാൽ പിശാച്ച് വസ്വാസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്നാണ് അവരെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. അത് അവരെ മനസ്സല്ല, നമ്മളെ പല ആൾക്കാരും അത് ഉണ്ടായതിൻ്റെ കാരണം വേറെ ആണെങ്കിൽ നമുക്ക് വേറെ പറയാം. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇതല്ല ബാധ ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ളൊരു പ്രയാസം അത് നമ്മുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് പ്രമാണബദ്ധമായി ചർച്ച ചെയ്താൽ അത് തെളിയും എന്നും അവർക്കറിയാം. കാരണം ഖുർആനിലും ഹദീസിലും ഉള്ളതാണ് സംഭവം. അതൊരു നല്ല ചർച്ച നടന്നാൽ എന്ത് ചെയ്യും? തെളിയും. അത് ചർച്ച ആ ചർച്ചയെ വൈകിപ്പിച്ച് കൊണ്ടുപോയി പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്. എന്നാ ചർച്ച നടക്കുന്നുണ്ട്, പക്ഷെ വസ്തുതാപരമായിട്ടുള്ള ചർച്ചകളല്ല നടക്കുന്നത്. അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. ഇത് പറയുമ്പോൾ ഇനി ആ നോട്ടുക്കിൽ എഴുതി വെച്ച കുറേ ഡേറ്റ് ഇതിന് മറുപടി ആയിട്ട് പറയാൻ സാധ്യതയുണ്ട്. എന്ത്? ഇന്ന ദിവസം കൂടി ഇതിലൊന്നും പങ്കെടുക്കാത്തൊരു ചങ്ങായിയാണ് ഈ അഷറഫ് പറയണോ, ഓനിത് പറയാനുള്ള ബാധ്യത എന്താ, യോഗ്യത എന്താന്നൊക്കെ ചോദിക്കും. ഞാൻ പറയുന്നത് ഈ യോഗങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാ, പക്ഷേ ഇതിൽ നിന്ന് കിട്ടേണ്ട മറുപടി പുറത്തേക്ക് ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഏതാ അറിയോ? ഈ ചർച്ചയൊക്കെ നടന്നിട്ടും ജനങ്ങൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യം ഉണ്ടായിരുന്നു. എന്ത്? മടവൂരികൾക്ക് നമ്മൾ മറുപടി പറയുമ്പോഴൊക്കെ ശബാബിലുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് രണ്ടും കേട്ട് ജനങ്ങൾ തിരിച്ചു പോകുമ്പോൾ എന്ത് പറയും? സംഗതി ശബാബിലുണ്ട്, ഉസ്മാൻ ഡോക്ടർ എഴുതിയിട്ടുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. ഇതിന്റെ ആയത്ത് എന്താ, ഇതിന്റെ ഹദീസ് എന്താ, ഇതിന് നമ്മളെ അഭിപ്രായം എന്താ? അപ്പൊ അതുകൊണ്ട് കിട്ടൂല ജനങ്ങൾക്ക്. പിന്നെ പല സ്ഥലത്തും ഈ പിന്നെ ജിന്നുബാധയുണ്ട്, അതിന് ചികിത്സയുണ്ട്, അപ്പൊ ചികിത്സ ഇല്ല, ചികിത്സ ഉണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നം. ഇതിലൊന്നും ഒരു തീരുമാനം ജനങ്ങൾക്ക് കിട്ടണില്ല. എന്നാ യോഗം നടക്കണില്ല എന്ന് ഞാൻ പറയുന്നില്ല, യോഗം നല്ലോണം നടക്കുന്നുണ്ട്, പക്ഷെ എന്തില്ല, തീരുമാനം കിട്ടണില്ല. എന്താ തീരുമാനം ആകാത്തത്? ഇത് ചർച്ച ചെയ്താൽ തീരുമാനമാകും ഉറപ്പാ. അപ്പൊ അവർ തീരുമാനിച്ച കാര്യം എന്താ വെച്ചാൽ ഈ ചർച്ച അങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് ഇത് സക്കരിയ സ്വലായിക്ക് മാത്രമുള്ള ഒരു വാദമാണ്. എന്ത്? പിശാച്ച് ബാധിക്കും, അത് രോഗം ഉണ്ടാക്കും എന്നൊക്കെ വെറും ഒരു സക്കരിയ മൗലവിക്കുള്ള വാദമാണ് എന്ന് വരുത്തി തീർത്ത് ബാക്കിയുള്ളവരെയൊക്കെ കൂടെ പിടിച്ച് അദ്ദേഹത്തെ മെല്ലാണ് സംഘടനയിൽ നിന്ന് ഒഴിവാക്കി ഈ പ്രശ്നത്തിൽ നിന്ന് മെല്ലാണ് രക്ഷപ്പെടാം, എന്നിട്ട് നമുക്ക് പഴയമാതിരി തന്നെ പോകാം എന്ന് വിചാരിച്ചതായിരുന്നു യഥാർത്ഥത്തിൽ അവര്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരിടിത്തി പോഴെ PN അബ്ദുൽ ലത്തീഫ് സുല്ലമിയുടെ നേതൃത്വത്തിൽ 21/6/2011 ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ഒരു ചർച്ച നടക്കുന്നത്. അത് KNMO KJO തീരുമാനിച്ചതല്ല, മറിച്ച് ഈ വിങ്ങിപ്പൊട്ടൽ സമൂഹത്തിന്റെ ഉള്ളിലുണ്ടായപ്പോൾ KJU യോഗം കൂടുന്നു, പക്ഷെ തീരുമാനം കിട്ടണില്ല. ഈ ജനങ്ങൾക്ക് കിട്ടേണ്ട യഥാർത്ഥത്തിൽ ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിധി കിട്ടണില്ല. ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിന്നപ്പോൾ PN അബ്ദുൽ ലത്തീഫ് മൗലവി രംഗത്തിറങ്ങിക്കൊണ്ട് ഇതിന്റെ രംഗത്ത് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട 10 പണ്ഡിതന്മാർ അദ്ദേഹം ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, KJU ചർച്ച അവിടെ നടക്കട്ടെ, നിങ്ങളൊന്ന് ഇരിക്കും, ഈ പ്രശ്നം ഒന്ന് തീരണല്ലോ, ഇതിലെന്താ വസ്തുത ഒന്ന് അറിയണല്ലോ, അതുകൊണ്ട് നിങ്ങൾ വരണം. അപ്പോ ഇങ്ങനെ നമ്മൾ 10 പേര് കൂടുമ്പോൾ അത് സംഘടനാ വിരുദ്ധാവൂലേ? അത് വിരുദ്ധാവാതിരിക്കാൻ അദ്ദേഹം TP-യുമായി ബന്ധപ്പെട്ടു, ഇങ്ങനെ കൂടുന്നുണ്ട് എന്നുള്ള വിവരം പറഞ്ഞു. നിങ്ങൾ ചർച്ച ചെയ്തിട്ട് ഒരു പരിഹാരം ഉണ്ടായിക്കോട്ടെ. അങ്ങനെ അനുവാദത്തോടുകൂടി 21/6/2011 ചേർന്നു. ആ യോഗത്തിൽ ചേർന്ന ശേഷമുണ്ടായ തീരുമാനം ഞാൻ വായിക്കണില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്, എൻ്റെ കയ്യിലുള്ളതാണ്. എനിക്ക് പ്രത്യേകിച്ച് തെറ്റിദ്ധരിച്ച് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ തീരുമാനം ഒന്ന് വായിക്കണം. ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അജണ്ടകൾ പൊളിച്ച തീരുമാനമാണ്. അതിന് മാത്രം ഗൗരവപ്പെട്ട ഒരു ഇടപെടലായിരുന്നു ഈ ഇടപെടൽ. ഇതിൽ പങ്കെടുത്ത ആളുകളാരാ? ഇതിൽ പങ്കെടുത്ത 10 പണ്ഡിതന്മാർ, ഒന്ന് C കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂര്, PN അബ്ദുൽ ലത്തീഫ് മദനി, അതേപോലെ തന്നെ
അബ്ദുറഹ്മാൻ സലഫി, കെ സക്കരിയ സലാഹി, അബൂബക്കർ സലഫി, ഹനീഫ് കായക്കൊടി, സമീർ മദീനി ശ്രീമൂല നഗരം, ശംസുദ്ദീൻ ബാലത്ത്, ഹംസ മദീനി, അഹമ്മദ് അനസ് മൗലവി, ഈ 10 പണ്ഡിതന്മാർ ചേർന്നുകൊണ്ട് എടുത്ത തീരുമാനം. ഈ തീരുമാനം നിങ്ങൾ അറിയണം. ഇതിൽ പ്രധാനമായും എന്ത് മനസ്സിലായി? ശൈത്താൻ വസുവാസ് മാത്രമല്ല ഉണ്ടാക്കുക, അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ആ ഭാഗം ഞാൻ വായിക്കാം. ജിന്നുബാധയുണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവാം. ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതിനോടൊപ്പം റുഖയ്യ ശർഇയ്യ ചെയ്യാവുന്നതാണ്. ഇതിൽ 19ഓളം കാര്യമുണ്ട്. അതിലൊരു ഗണ്ണിക മാത്രമേ ഞാൻ വായിച്ചുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട്. നിങ്ങൾ ഇത് വായിച്ചു പഠിക്കണം എന്നാ പറയാനുള്ളത്. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിച്ചു അറിയോ? ഇത് പുറത്തു വന്നപ്പോ അപ്പൊ സക്കരിയ മൗലവിന്റെ മാത്രം വാദമല്ല, ജിന്ന് ബാധിക്കുന്നതും അതിന് ചികിത്സ ഉണ്ട് എന്നുള്ളതും ഒരു ഒറ്റപ്പെട്ട അഭിപ്രായമല്ല. അത് പി അബ്ദുറഹ്മാൻ സലഫി അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ PN ലത്തീഫ് മൗലവിയുടെ ചിന്തി അങ്ങനെ തന്നെയാണ്. അതുപോലെ എല്ലാ ആളുകളും, ഹനീഫ് മൗലവി, അനസ് മൗലവി, അതുപോലുള്ള ആളുകൾ എല്ലാം. അപ്പൊ ഇതിലെന്താ പ്രശ്നം? പിന്നെ യഥാർത്ഥത്തിൽ ആയുധം പോയി. സക്കരിയ മൗലവിയെ ഒന്ന് പുറത്താക്കി ഈ വിഷയം അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കൊണ്ടുവന്നപ്പോൾ KJയുടെ യോഗത്തിൽ തീരുമാനമാകാതെ തട്ടിമുട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടക്ക് ഈ തീരുമാനം വന്നപ്പോൾ അജണ്ട നഷ്ടപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? സംഗതി അജണ്ട അവിടെ ബാക്കിയാണല്ലോ, വിചാരിച്ച തീരുമാനം അവിടെ ബാക്കിയാണല്ലോ. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് ചെയ്തതെന്നറിയോ? അതിനുശേഷമാണ് പിന്നെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്, ഞാൻ ചുരുക്കി പറയുകയാണ്. അതിനുശേഷമാണ് പിന്നീട് യാ ഇബാദല്ലാ എന്ന ഈ ദുർബല ഹദീസ് ചർച്ചക്ക് വരുന്നത്. അതിനു മുമ്പ് ചർച്ചയായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്, പക്ഷെ സുന്നികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതിന്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉമർ മൗലവി മുതൽ അത് എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അന്ന് പറഞ്ഞതൊക്കെ നമ്മളെ ഏകാഭിപ്രായത്തോടു കൂടിയാ, അതിൽ അഭൗതികമായ വിളിയില്ല. അത് വെച്ചുകൊണ്ട് ആരെങ്കിലും അമല് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ശിർക്ക് ചെയ്തു എന്ന് പറയാവതല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ വിധി വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല, കാരണം അത് ശിർക്കിലേക്കുള്ള വസീലയാണ് എന്ന് പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു വരുന്നതാണ്. ആ പറഞ്ഞു വരുന്ന വിഷയത്തെ ഇതിനു വേണ്ടി ഉപയോഗിച്ചത് ഇതിനു ശേഷമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനു വേണ്ടി ഉപയോഗിച്ചു. അപ്പോഴാണ് ജിന്നുമായി ബന്ധപ്പെട്ട് ജിന്നിനോട് തേടാനോ ജിന്നിനോട് പ്രാർത്ഥിക്കാനോ അതിനോട് സഹായം തേടാന്നുള്ള വിഷയത്തിന്റെ കൊണ്ടുവന്നത്. കാരണം എന്താ അറിയോ? ഇത് കൈവിട്ടു പോയി. റുഖ്യ ശർഇയ്യ എന്നുള്ള വിഷയം കൈവിട്ടു പോയപ്പോ പിന്നെ കൊണ്ടുവന്ന വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഗതി എന്ന് പറയുന്നത്. അതിന്റെ പരിണിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആ സമയത്ത് പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ചേർന്ന ചർച്ചയുടെ സമയത്ത് ആ തീരുമാനം വന്നപ്പോ ഇവർ ആയുധം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് തെളിവ് ഏത് നോക്കിയാൽ മതി അറിയോ? KKP അബ്ദുള്ളയുമായി നമ്മുടെ പാണ്ടിക്കാടുള്ള സാലിം എന്ന് പറയുന്ന സുഹൃത്ത് സംസാരിച്ച ഒരു ക്ലിപ്പുണ്ട്, അത് നിങ്ങൾ കേട്ടാൽ മതി. അതിൽ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് എന്ത്, ഈ അജണ്ട ആരൊക്കെ അബ്ദുറഹ്മാൻ സലഫി ഇവിടെ ഒത്താശയോടുകൂടി ഈ മടവൂരി ചാരനെ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു കളി ഉണ്ടായിരുന്നു. സക്കരിയ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുണ്ട് എന്ന് ആ സമയത്ത് വരുത്തി തീർക്കാൻ അങ്ങനെ ശ്രമിച്ച് അന്ധവിശ്വാസത്തിലേക്ക് ഒരു പിൻവിളി എന്നുള്ള പുസ്തകം എഴുതി. അതേപോലെ തന്നെ CD നമ്മുടെ പണ്ഡിതന്മാരെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണെന്ത്, ഈ പുളിക്കൽ 10 പണ്ഡിതന്മാർ ചേർന്നുകാണ്ട് ഇതിന്റെ ഒക്കെ പിന്നെ വേര് വെട്ടുന്ന രീതിയിലുള്ള തീരുമാനം ഉണ്ടാകുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് സാലിമിനോട്, ഇനി എല്ലാം പോയി, ഇന്ന് പോയിട്ട് നിങ്ങൾ ആ ക്ലിപ്പ് ഒന്ന് കേൾക്കണം. സാധാരണ മുമ്പ് കേട്ടവരും ഇത് ഇപ്പൊ ഈ പറഞ്ഞതിന് ശേഷം അതൊന്ന് കേൾക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായ, ഗൂഢാലോചനയുടെ ഗൗരവം മനസ്സിലായത്. അപ്പൊ ഈ വിഷയത്തിൽ ഞങ്ങളോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇത് നേതാക്കന്മാരെ ഒരിക്കലും നമ്പരുത്, നമ്മളെ കളിപ്പിച്ചിട്ടേ. അല്ല, ഈ സലഫി ഇപ്പം കളിപ്പിച്ചതല്ല. അല്ല അല്ലേ? അല്ലല്ല, അത് അയാൾക്ക് എന്തെന്ന് പറഞ്ഞാ ഈ ആയുധം നഷ്ടപ്പെട്ടവന്റെ കീഴടങ്ങൽ എന്ന് പറയല്ലേ, എന്നതുപോലെ പൊരുതിയിട്ട് അവസാനം അയാൾ അത്രത്തോളം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല, നമുക്ക് അനുഭവം ഉണ്ട്. എന്നുവെച്ചാല് മൂപ്പര് എന്നെ കൊണ്ട് ഓരോരുത്തരെയും പിടിപ്പിച്ചിട്ട് ഞാനിങ്ങനെ പോകുമ്പോ ഓരോരുത്തരും MM മദനിന്റെ വീട്ടിലെത്തിയപ്പോ പറയുന്ന MM മദനി വിളിച്ചിട്ട്, ആ പുറത്ത് ഗേറ്റിലുണ്ട് KKP നിൽക്കുന്നത്, നിങ്ങളെ കാണാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ നേരിട്ട് ചെന്ന് KKP ആണെന്ന് പറഞ്ഞ് ഏത് KKP, എന്ത് KKP, എന്തിനാ വന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയും ചിലപ്പോ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല വരും. അങ്ങനെ നമ്മളെ വിളിക്കുകയും അവിടെ മറ്റേ ഇതിന്റെ ലൈബ്രറിയിൽ ഇരുത്തുകയും ചെയ്ത് പുളിക്കല്ല്.
എന്നിട്ട് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന CD അരമണിക്കൂറിലധികം നമ്മളുടെ ലാപ്ടോപ്പിൽ വെച്ച് കാണുകയും ഞങ്ങൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. ഇത് ചിലക്ക് എമ്മതിൽ ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പടച്ചനെ പഠിച്ചിട്ടൊന്നല്ല, സലഫി പറഞ്ഞപ്പം സ്വീകരിച്ചതാ. അങ്ങനെ തന്നെ AP-ന്റെ അടുത്ത് പോയപ്പോ ഫസ്റ്റിൽ AP-ന്റെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞത് ഇയാൾ ഇടപെട്ടിട്ടാണ്. AP-ന്റെ അടുത്ത് പോയപ്പോ ഓരോ സ്ഥലത്തുനിന്നും നമ്മൾ എത്തുന്ന എവിടെത്തി ഇങ്ങനത്തെ വിളിക്കും, അവിടെ എത്തി എന്നാ നിങ്ങൾ പോയിക്കോളൂ, വേറെ ആരുമില്ല അവിടെ എന്ന് വരെ ഫോണിൽ നിരന്തരം വിളിച്ചിട്ട് 10-40 പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തിയതൊക്കെ, അതായത് എല്ലാ പ്രവർത്തനം ഞാൻ നിങ്ങളോട് ആരോടും എല്ലാം പറയാൻ കഴിയുന്ന വെച്ച് പറയാറില്ല. അടുത്ത് ഈ വിഷയത്തിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു, നമ്മളെക്കാളും താല്പര്യം ഉണ്ടായിരുന്നു, നമ്മളെക്കാളും ശ്രമിച്ചിരുന്നു. ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വർക്ക്. ശരി. അല്ല ഞാൻ വിചാരിച്ചെന്തോ നിങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല നിങ്ങൾ പറഞ്ഞല്ലോ സെലഫിനോട്. അങ്ങനെ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടലില്ല, ഫോണിലൊക്കെ മടിയാണെന്നൊക്കെ പറഞ്ഞു. അത് മൂപ്പരുടെ ഒരു ഇതാണ് നേരിട്ട് പറയാന്നുള്ളത്. മൂപ്പർക്ക് ആര് അത്ര വിശ്വാസമില്ല എന്നതാണ്. പിന്നെ അല്ല മൂപ്പര് അത് പറയണ്ട്, ഫോണിൽ പറയണ്ടില്ല, ഫോൺ ചോർത്താൻ വരെ ചെയ്യാലോ. അല്ല മൂപ്പര് നിങ്ങളോടോ ഇങ്ങനെ വിളിച്ചിരുന്നതോ ഒപ്പല്ല ആളുകളോടോ? എങ്ങനെ നിങ്ങളാ വിളിച്ചിരുന്നത് അതോ ഒപ്പല്ല ആളുകളോ നിങ്ങളെ കാണാൻ പോകുമ്പോ? ഇല്ല, മൂപ്പര് ഇങ്ങോട്ട് വിളിക്കലാണ്. നമ്മളെ ഇവിടുത്തെ ബന്ധപ്പെട്ട പിന്നെ പയ്യന്നൂർ ടീമും ഞങ്ങളെല്ലാം പോകുമ്പോ ഞങ്ങൾ എവിടെത്തി എന്നൊക്കെ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പക്ഷെ നേതാക്കളെല്ലാം വിളിച്ച് ഒരിക്കലും അവരതിന് സമയം കണ്ടെത്തലൊക്കെ മൂപ്പരുടെ ഇതായിരുന്നു. അല്ലാതെ നമ്മൾ പോയ ഈ 10-50-60 പണ്ഡിതന്മാരെ മുഴുവനായിട്ട് കാണാൻ കഴിയുമോ? അത് പരമാവധി രാവിലെ പോയിട്ട് രാത്രി വരെ ഒരു 10-20 ആളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണാനൊക്കെ ഇയാള് സൗകര്യമാണ്. അല്ലെ ഞാനെന്താ പറഞ്ഞ എനിക്കിതൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ മൂപ്പര് നേതാക്കന്മാരെ മൂപ്പര് എന്നല്ല നേതാക്കന്മാരൊക്കെ അവരെ സ്ഥാനം. അല്ല അവസാനം അത് മാത്രല്ല, സെൻട്രലിൽ ഇവരൊക്കെ ഗ്രൂപ്പ് യോഗം എന്ന് പറയുന്ന ആരോപണം നടത്തിയതിൽ മൂപ്പരാണ് നേതൃത്വം വഹിച്ചത്. മൂപ്പരാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂരിഷനെയും പിന്നെ മറ്റേ ഇയാളെയും എന്തെന്നാ അബ്ദുൽ ഖാദർ എരഞ്ഞിക്കലിനെയും നാണിയാജിനെയും അങ്ങനെ പ്രമുഖരായ എല്ലാ നേതാക്കളെയും പിന്നെ പണ്ഡിതന്മാരെയും ഒക്കെ എത്തിച്ചത് എത്രത്തോളം ഹനീഫനടക്കം അങ്ങോട്ട് കൊണ്ടുവരുത്തിച്ചത് മൂപ്പരല്ലേ? അതില് നമ്മളെന്തിനാ വിളിക്കണ്ട്? നമ്മളെന്ത് നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അയാളെ ചെയ്യാൻ കഴിയോ? അല്ല, അപ്പൊ അയാൾ തന്നെ അതെല്ലാം ആസൂത്രണം ചെയ്തോ. എന്നിട്ട് അയാള് എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിപ്പിച്ച് അവസാനം അവിടുത്തെ ഒരു വികാരവും ആ യോഗ തീരുമാനമൊക്കെ എഴുതി വെക്കുക. ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും പോവാം എന്ന് പറഞ്ഞാൽ നേതൃത്വം നൽകി പോവുകയും പിന്നെ ഇത് പുറത്തറിഞ്ഞപ്പല്ലേ മറ്റൊരു കൊളാക്കുന്നു. പിന്നെ ഇയാൾക്ക് കീഴടങ്ങാനുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ പറയുന്നുണ്ട് ഇനി വരുന്നത് വരട്ടെ, നമ്മൾ ചെയ്യാവുന്നിടത്തോളം ചെയ്തു. അയാളിന് പോയി പെട്ടതാണ്. പുളിക്കൽ മദീനത്തിലുള്ള തീരുമാനത്തിൽ സലഫി പോയി പെട്ടതാന്നാ പറയുന്നത്. അത് അവരിങ്ങനെ വിളിക്കുമ്പോ ചെല്ലാതിരിക്കുക എങ്ങനെ, അങ്ങനെ പോയി പെട്ടതാണ്. ഇനി വരുന്ന മാതിരി വരട്ടെ. എന്നിട്ട് അവൻ അവിടെ പറയുന്നത് വേറൊരു വാക്കുണ്ട്, ഇനി ഒറ്റ മാർഗമുള്ളൂ. എന്താ പറയണ വാക്ക് അറിയോ? ഇനി സംഘടന കയ്യിലായി, സംഘടന ഇതിന്റെ ഒരു സ്വാധീനം ഉണ്ടായിട്ട് സംഘടന ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഇനി നോക്കണ്ടുള്ളൂ. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സംഘടന കൈപ്പിടിയിലാക്കി, അതാണ് ഇലക്ഷനിൽ വേണ്ടി ഉപയോഗിച്ചത്. അപ്പൊ ഈ തീരുമാനം വന്നപ്പോ എന്താക്കി, ഇനി ഇലക്ഷനിലൂടെ നോക്കല്ലാതെ വേറെ മാർഗമല്ല. അപ്പൊ ഇലക്ഷനിലൂടെ 2 ചേരിയാക്കണ്ട. ആദ്യം ചേരിയാക്കണമെങ്കിൽ എന്ത് വേണം? 2 കാര്യം വേണം. ചേരിയാക്കണമെങ്കിൽ ഒന്ന് തകരാറ് തൗഹീദിൽ പറ്റിയിട്ടുണ്ട് എന്ന് ആദ്യം പ്രൊപ്പഗണ്ട അടിച്ചു കൊടുക്കണം. അതിനാണ് ജിന്ന് വിവാദം എടുത്തിട്ടത്. അതെടുത്തിട്ടിട്ട് ആദ്യം ബഹുമാനായ TP തന്നെ പറഞ്ഞു, എന്ത് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന് ഒരു ചർച്ച തന്നെ നമുക്കിടയിൽ ഉണ്ടായി. നിങ്ങൾ ആ ക്ലിപ്പ് കേട്ടിട്ടുണ്ടാവും. എന്നാൽ മുജാഹിദുകളുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നോ? എഴുതില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും.
അതാണ് പറഞ്ഞോടുകൂടി നമ്മളെ കാരണവന്മാരൊക്കെ സാധുക്കളല്ലേ, പടച്ചോനെ ജിന്നിനോട് അല്ലല്ലാത്തോട് പ്രാർത്ഥിക്കാന്നുള്ള ചർച്ച ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാകുകയെ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അവരൊന്ന് കാണണല്ലോ എന്ന് സ്വാഭാവികമായിട്ടും നമ്മളെ കാരണവന്മാര് പിന്നെ ചിന്തിക്കൂലേ. ഞാൻ ആ ഉപ്പമാരെ കുറ്റം പറയില്ല, ആ പിന്നെ കാരണന്മാരെ ഞാൻ തെറ്റു പറയില്ല, കാരണം അവർക്ക് തൗഹീദിനോടുള്ള സ്നേഹമേ ഉള്ളൂ. അവരങ്ങനെ വിചാരിച്ചത്. അങ്ങനെ ഒരു വിചാരം ഒരു ഭാഗത്ത് ഉണ്ടാക്കി വെച്ചു. മറുഭാഗത്തോ ഇലക്ഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇലക്ഷൻ വിജ്ഞാപനത്തില് അങ്ങനെ പരസ്യമായിട്ട് ഇതൊക്കെ പാടെ എഴുതാൻ കഴിയില്ലല്ലോ. അതിലൊരു കുതന്ത്രം ഒപ്പിച്ചു. എന്താ? 40 വയസ്സിന് താഴെയുള്ള ആളുകൾ ഒരിക്കലും തന്നെ KNM-ന്റെ ഒരു എക്സിക്യൂട്ടീവിലും വരാൻ പാടില്ല. അതിന് കാരണം എന്താ അറിയോ? 40 വയസ്സിന് താഴെയുള്ള ആളുകളാണ് ഈ വിഷയത്തിൽ കൂടുതൽ ഈ റുഖിയ ശരിയയും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ച കൂടുതൽ ആളുകൾ അവരാ. അതിന് കാരണം എന്താ വെച്ചാൽ ഈ നെറ്റും അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ അവർ കൂടുതൽ ഉപയോഗിക്കും, കൂടുതൽ മനസ്സിലാക്കി. അപ്പൊ അവർ ഈ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഇവർക്കറിയാം. അപ്പൊ അവർ ഏതെങ്കിലും KNM-ന്റെ എക്സിക്യൂട്ടീവിൽ എവിടെ സ്റ്റേറ്റിൽ മാത്രമല്ല ശാഖയിൽ പോലും വരാൻ പാടില്ല. എന്റെ മുതിർന്ന ആളുകൾ ഇതിലിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പോയിട്ട് KNM-ന്റെ ആ സമയത്തിറക്കി വിജ്ഞാപനങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം. അതിനുണ്ട് പാനൽ അവതരിപ്പിക്കാൻ പാടില്ല, 40 വയസ്സിന് താഴെയുള്ള ആളുകൾ വരാൻ പാടില്ല. ഇത് എഴുതി ചേർത്തു. പക്ഷെ നമ്മളെ സാധുക്കളായ ആളുകൾക്ക് അത് വായിക്കുമ്പോൾ അത്ര തന്നെയാണ് മനസ്സിലാവൂലല്ലോ, അത് നടപ്പാക്കണം തോന്നൂലല്ലോ. അപ്പൊ എന്തു വേണം? ആളുകളെ ഇത് പറഞ്ഞു കൊടുക്കാന് യോഗത്ത് പറയാൻ പറ്റുമോ? അത് ഇലക്ഷൻ ഓഫീസർമാരെ യോഗം വിളിച്ചു കൊടുത്ത് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അവിടെ അത് പറഞ്ഞു കൊടുത്താൽ അത് എന്തോ ഒരു ലക്ഷ്യത്തിന്റെ പിന്നിലുണ്ട് എന്ന് തോന്നും. അവിടെയും പറയാൻ പറ്റൂല. അതിനാണ് സ്വാഭാവികമായും ഗ്രൂപ്പ് യോഗം ആവശ്യമായി വരിക. ഗ്രൂപ്പ് യോഗം അവിടെയാണ് ആവശ്യമായി വരിക. അങ്ങനെയാണ് CD ടവറിൽ ആ സമയത്ത് തന്നെ അവർ ഒരു ഗ്രൂപ്പ് യോഗം വിളിച്ചു ചേർക്കുന്നത്. ആ ഗ്രൂപ്പ് യോഗം ജൂൺ മാസത്തിലാണ് നടന്നത്. അതെല്ലാവരും ആ ഡേറ്റ് കാണാപ്പാടം പഠിക്കണം. അവിടെ മുതലാണ് ഇതിന്റെ ദിശ തിരിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കിങ്ങള് 5/6/2011 CD ടവറിൽ ആ യോഗം ചേർന്നത്. ആ യോഗത്തിൽ ആരൊക്കെ പങ്കെടുക്കണ അറിയോ? ആ യോഗത്തിൽ ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫിയുണ്ട്, നൂർ സാഹിബുണ്ട്, നാണി ഹാജിയുണ്ട്, അബ്ദുൽ ഖാദർ ഹാജിയുണ്ട്, അബ്ദുൾ റസാഖ് ബാക്കവിയുണ്ട്, പ്രൊഫസർ അബ്ദു സാഹിബുണ്ട്, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞിയുണ്ട്. എല്ലാവരും കത്ത് കിട്ടിയാൽ പോയി ഹാജരാകേണ്ട ആൾക്കാരാരാ? ഈ ആൾക്കാരൊക്കെ ഇപ്പൊ എവിടെ നോക്കിയാൽ മതി? ഈ ഗ്രൂപ്പ് യോഗത്തിൽ അന്ന് പങ്കെടുത്ത ആളുകൾ എവിടെയാണെന്ന് നോക്കിയാൽ മതി. എന്നാൽ നിഷ്കളങ്കരായി ഒന്നും അറിയാതെ പങ്കെടുത്തോലുണ്ടായിരുന്നില്ല, അവരെ ഇന്ന് പോരും ചെയ്തിട്ടുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ നേതൃത്വം കൊടുത്ത ആളുകൾ ഇവരായിരുന്നു. ഈ ആളുകളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്രവുമല്ല, വയനാട്, മലപ്പുറം ഈസ്റ്റ്, കോഴിക്കോട് നോർത്ത്, സൗത്ത് ഈ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് കാര്യമായിട്ട് അതിൽ പങ്കെടുത്ത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ ആളുകളും അതിൽ കാര്യമായിട്ട് പങ്കെടുത്തിരുന്നു. പിന്നെ അതിൽ പ്രസംഗിക്കാൻ വന്നതാരാ? ഹനീഫ് കായക്കൊടി, അനസ് മൗലവി, പിന്നെയോ നേരത്തെ പറഞ്ഞ KKP അബ്ദുള്ള, അവരൊക്കെ അവിടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട്. ഈ പോലുള്ള ആളുകളൊക്കെ, അതുപോലെ KV അബ്ദുൽ ലത്തീഫ് മൗലവി, അതുപോലെ തന്നെ ഹാരിസ് ചേരൂർ. ആരാ ഹാരിസ് ചേരൂർ? കാസർഗോഡ് ജില്ലയിൽ അബ്ദുസലാം സുല്ലമയുടെ പരിപാടി നടക്കുമ്പോൾ KNM മെമ്പർ ആയിരിക്കെ തന്നെ അബ്ദുസലാം സുല്ലമയുടെ പരിപാടിയുടെ മുമ്പിൽ പോയിരിക്കുകയും അദ്ദേഹം പറയുന്നത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന മടവൂരി വിശ്വാസമുള്ള സിഹിർ അംഗീകരിക്കുന്ന KNM-ൽ ഞാനില്ല എന്ന് പരസ്യമായി പറഞ്ഞു നടന്നിരുന്ന ഹാരിസ് ചേരൂർ. ഇതുപോലെയുള്ള ആളുകൾ ഇപ്പൊ ആരാ? അദ്ദേഹം അവർ പുനഃസംഘടിപ്പിച്ച പിന്നെ ISM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. കാസർഗോഡ് ജില്ലയിലെ ജില്ലാ സെക്രട്ടറി. ഇതുപോലെയുള്ള ആളുകളൊക്കെയാണ് ഇതിൽ പങ്കെടുത്തത്. ഈ യോഗം നടക്കുമ്പോൾ ഞങ്ങൾ അപ്പുറത്ത് ISM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നുണ്ട്. ആ സെക്രട്ടേറിയറ്റ് യോഗം നടന്ന് തിരിച്ച് ഇറങ്ങി വരുമ്പോ ഈ എക്സിക്യൂട്ടീവ് ഹാളിൽ ഒരു 10-40 ആളുകൾ അടങ്ങുന്ന ഒരു യോഗം. നോക്കുമ്പോ ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താ വിഷയം എന്ന് മനസ്സിലാണില്ല, ഞങ്ങളൊന്നും അറിയില്ല. അപ്പൊ ബഹുമാന്യനായ AP അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ഇരിക്കുന്നുണ്ട്. AP-യുടെ അടുക്കൽ പോയി PK അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ അദ്ദേഹത്തിന്റെ റൂമിൽ പോയി ചോദിച്ചു, മൗലവി അതാ അവിടെ ഒരു യോഗം നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ അറിയില്ല, എന്ത് യോഗാവോ? എനിക്കറിയില്ല, അത് KNM-ന്റെ യോഗം ഒന്നല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇനി TP-യോടെങ്ങാനും ചോദിച്ചിട്ടുണ്ടാകുമോ എന്നറിയാൻ വേണ്ടി TP-യെ ഫോണിൽ വിളിച്ചു ചോദിച്ചു. TP പറഞ്ഞു, ഞാനും അറിയില്ല. അപ്പോൾ KNM-ന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അറിയാത്ത യോഗം, ISM-ന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അറിയാത്ത യോഗം, KJU-ന്റെ പ്രസിഡന്റ് അറിയാത്ത യോഗം, MSM-ന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അറിയാത്ത യോഗം, MGM-ന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അറിയാത്ത യോഗം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന, എന്നാൽ അതകലെ നിന്നെങ്കിലും അതിലെ ദൂഷ്യങ്ങൾ കണ്ട
ആളുകൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു സംസ്ഥാന തല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു വെച്ച ഒരു സന്ദർഭത്തിൽ KNM-ന്റെയും ISM-ന്റെയും MSM-ന്റെയും ഒന്നുമല്ലാത്ത ഔദ്യോഗികമല്ലാത്ത ഒരു യോഗം നമ്മുടെ ആസ്ഥാനത്ത് തന്നെ വെച്ച് നടക്കുമ്പോൾ ആ യോഗത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ത് എന്ന് വായിക്കാൻ ഇനിയും സാധാരണക്കാരെ, ഇതിനെ സ്നേഹിക്കുന്നവരെ, തൗഹീദുള്ളവരെ, കാരണവന്മാരെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലേ? മാത്രവുമല്ല, ആ യോഗത്തിൽ പങ്കെടുത്തവരാണ് ഇന്ന് ആ കമ്മിറ്റിയിലും അതിനെ താങ്ങി നിർത്തുന്നതിലും അതിന് സംവാദം നടത്തുന്നതിലും അതിനു വേണ്ടി നടക്കുന്നതിലും എല്ലാം മുന്നിൽ നിൽക്കുന്നത് എന്ന് വരുമ്പോൾ എത്രത്തോളം ഗൗരവമുണ്ട് ആ യോഗത്തിന്. ഇസ്ലാഹി കേരളത്തിനെ ഈ രൂപത്തിൽ ചേരിതിരിക്കുവാനും ഈ രൂപത്തിൽ തമ്മിൽ തെറ്റിപ്പിക്കുവാനും മിമ്പറുകളിൽ നിന്ന് പിടിച്ചടക്കുവാനും ആളുകളെ പരസ്പരം പകപോക്കുവാനും വാപ്പയെയും മക്കളെയും തെറ്റിച്ചതിന്റെ പിന്നിലും ആ യോഗത്തിനുള്ള പങ്ക് വരുന്ന നാളുകളിൽ ഇസ്ലാഹി കേരളം വിചാരണ ചെയ്യുന്ന നാളുകളാണ് വരാൻ പോകുന്നത് എന്ന് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ. ചില്ലറ വിഷയമല്ലത്. ഞാനിത് പറയുമ്പോൾ കുറച്ച് സൗണ്ട് കൂടിയിട്ടുണ്ടാവും. എന്താ അത്ര രോഷത്തോടു കൂടി പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. സംഘടനാ സെറ്റപ്പിനെ സംബന്ധിച്ച് അറിയാവുന്ന ആളുകൾക്കറിയാം. ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു യോഗം, ആരുടെയും പേരില്ലാത്ത ഒരു യോഗം, ഉത്തരവാദപ്പെട്ട മെമ്പർമാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗം, ആ യോഗത്തിലാണ് ഇതിന്റെ തഫ്സീർ നടക്കുന്നത്. എന്തിന്റെ തഫ്സീർ? വിജ്ഞാപനത്തിന്റെ തഫ്സീർ. അതിന് തെളിവെന്താ അറിയോ? ഒന്ന് അവിടുത്തെ പ്രസംഗങ്ങൾ, മറ്റൊന്ന് ഞങ്ങൾ ലിഫ്റ്റ് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ നിന്ന് അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ഒരാളുണ്ടായിരുന്നു. അതിന്റെ പേര് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പറയാം, ഞങ്ങൾക്കൊക്കെ അറിയാം പറയുമ്പോൾ തന്നെ. അദ്ദേഹം ഇങ്ങനെ ലിഫ്റ്റിൽ കൂടി കയറി വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താ ഇവിടെ ഒരു യോഗ ഉണ്ട് ഭയങ്കര ഗൗരവത്തിൽ. എന്ത് യോഗ? ജിന്ന് കൂടിയ കുറച്ച് ആൾക്കാരുണ്ട്, അവരെന്ന് ശരിയാക്കാൻ വേണ്ടിയുള്ള യോഗമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിനല്ലേ ഗ്രൂപ്പ് യോഗം എന്ന് പറയാം? എന്താ ഈ ഗ്രൂപ്പ് യോഗം എന്ന് പറഞ്ഞാൽ? സംഘടനാ സംവിധാനം ഉപയോഗിച്ച് വിളിച്ചു ചേർക്കാത്ത, ഒരു യോഗത്തിൽ തീരുമാനിക്കാത്ത കാര്യം ചില വ്യക്തികൾ നേതൃത്വം കൊടുത്തുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് നടത്തുന്ന ആലോചനക്ക് തന്നെയല്ലേ ഗ്രൂപ്പ് യോഗം എന്ന് പറയുക? അല്ലെങ്കിൽ എന്ത് വേണം? അതിനെപ്പറ്റി വിശദീകരിച്ചത് എന്താ അറിയത്? കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനും വേണ്ടിയാണ് കൂടിയത്. എന്നാ കണ്ണൂരും കാസർഗോഡുള്ള പ്രശ്നം പരിഹരിക്കാനാണെങ്കിൽ എന്തിന് വെസ്റ്റ് നാളെ വിളിച്ചത്? എന്തിനാ ഈസ്റ്റ് നാളെ വിളിച്ചത്? എന്തിനാ സൗത്ത് നാളെ വിളിച്ചത്? ചോദ്യങ്ങൾ അവിടെ നിൽക്കൂല. ഇതുവരെ അതിന് കൃത്യമായ മറുപടിയും പറയാൻ കഴിഞ്ഞില്ല, കഴിയില്ല ഇനി. ഇതാണ് ഈ CD ടവറിൽ നടന്ന യോഗമാണ് യഥാർത്ഥത്തിൽ. പിന്നെ KKP അബ്ദുള്ള പറഞ്ഞില്ലേ, ഇനി സംഘടനാ നേതൃത്വം കയ്യിൽ വരുത്തിയിട്ട് എന്തേലും ചെയ്യലേ നടക്കുള്ളൂ. അതിന്റെ യോഗമാണ് CD ടവറിൽ യഥാർത്ഥത്തിൽ നടന്നത്. ആ യോഗത്തിലാണ് ജനങ്ങൾ, അവിടെ കൂടിയ ആൾക്കാർക്ക് മനസ്സിലായി എന്ത് അപ്പൊ അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ ഈ 40 വയസ്സിന് താഴെയുള്ള ആളുകൾ എടുക്കണ്ടെന്ന് പറഞ്ഞത് ഈ കാര്യത്തിന് വേണ്ടിയാണല്ലേ. ഇത് അവർ നടപ്പിൽ വരുത്തി. അതിനെന്താ തെളിവാണോ? അതിനുള്ള തെളിവ് എന്താ? ഈ യോഗത്തിൽ സജീവമായി ഏതൊക്കെ ജില്ലകളിൽ നിന്നാണോ പങ്കെടുത്തത് ആ ജില്ലകളിലെല്ലാം ഇലക്ഷൻ ഒരു പ്രശ്നത്തിലേക്ക് പോയി, വോട്ടെടുപ്പിലേക്ക് പോയി. ഒന്ന് മലപ്പുറം ഈസ്റ്റ് ജില്ലയാണ്. മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ ചുങ്കത്തറ പോലെയുള്ള, കൊണ്ടോട്ടി പോലെയുള്ള ഒരുപാട് മണ്ഡലങ്ങളിൽ പ്രശ്ന സങ്കീർണമായി. പല ഇലക്ഷനുകളും പല സംഗതി മാറ്റിവെക്കേണ്ടി വന്നു. പല ആളുകളും നാട്ടിലില്ലാത്ത സമയത്ത് ഇലക്ഷൻ നടത്തി. സുഹൈർ മൗലവി പുറത്തുള്ള സമയത്താണ് ചുങ്കത്തറയിൽ യോഗം നടക്കുന്നത്. പിന്നീട് അത് ആളെ ഇടപെട്ടുകൊണ്ടാണ് നടത്തുന്നത്. ജില്ലാ ഇലക്ഷൻ ഓഫീസർ അറിയാതെയാണ് അവിടെ യോഗം ചേരുന്നത്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായി. മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ ജില്ലാ കൗൺസിലിൽ 140 അധികം വരുന്ന കൗൺസിലർമാരുടെ എതിർ വോട്ടിനാണ് അവിടെ കമ്മിറ്റി നിലവിൽ വന്നിരിക്കുന്നത്. അല്ല എന്ന് പറയാൻ കഴിയോ? അല്ല എന്ന് പറയാൻ കഴിയോ? കാസർഗോഡ് ജില്ലയിൽ മണ്ഡലങ്ങളിൽ പല തവണകളിലായി ഇലക്ഷൻ മാറ്റിവെച്ച ശേഷമാണ് നടന്നിട്ടുള്ളത്. അവിടുന്ന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? കണ്ണൂർ ജില്ലയിൽ 2-3 വോട്ടിന്റെ വ്യത്യാസത്തിനാണ് ജില്ലയിലെ പല തെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോട് സൗത്ത് ജില്ലയിൽ വൈകുന്നേരം വരെ യോഗം നടന്നിട്ട് യോഗം തീരുമാനമാകാതെയാണ് പിരിഞ്ഞത്, അല്ലേ? യോഗം തീരുമാനമാകാതെയാണ് പിരിഞ്ഞത്. എന്റെ മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കുക, ഒരു വലിയ വിഷയമാണ്. കോഴിക്കോട് സൗത്ത് ജില്ലയിലെ ഇലക്ഷൻ അവസാനിക്കുമ്പോൾ ആ ഇലക്ഷനിൽ തീരുമാനമാകാതെയാണ് പിരിഞ്ഞത്. ആരൊക്കെയാകണം കൗൺസിലർമാർ എന്ന വിഷയം ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്താതെയാണ് പിരിഞ്ഞത്. എന്നിട്ട് അതിനുശേഷം പിന്നെ ചില ആളുകൾ കൂടി ഉണ്ടാക്കിയ ഒരു മധ്യസ്ഥ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവിടുന്ന് കൗൺസിലർമാരെ നിശ്ചയിക്കുന്നത്. അതിന് നിയമസാധുതയുണ്ടാകണമെങ്കിൽ എന്ത് വേണം? അത് വീണ്ടും കൗൺസിൽ വിളിച്ച് അത് തീരുമാനമാക്കി മിനിറ്റ്സിൽ ഒപ്പുവെച്ച ശേഷം മാത്രമേ അത് തീരുമാനമാകുള്ളൂ യഥാർത്ഥത്തിൽ.
അത് ചെയ്തിട്ടില്ല. ഇപ്പോഴും കോഴിക്കോട് സൗത്ത് ജില്ലയുടെ KNM തെരഞ്ഞെടുപ്പിന്റെ ആ ഭാഗം എങ്ങനെയാണെന്നോ ആ ഭാഗം ആ രൂപത്തിൽ ഇത് തീരുമാനമാകാതെ പിരിഞ്ഞു എന്നാണ് മിനിറ്റ്സിലുള്ളത്. എന്താ അതിന്റെ ഗൗരവം എന്നറിയ? ഈ യോഗത്തിന് പ്രധാനപ്പെട്ട ഒരു ഗൗരവമുണ്ട്. അതെന്താ? ഇപ്പൊ അവിടുന്ന് ഒരു ആള് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതാ MSMO ESMO എന്നല്ല, ഞാൻ അത് പറയണ്ട. KNMന്റെ ഒരു കൗൺസിലർ തന്നെ അവിടുന്ന് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്താ കേസിന്റെ മെറിറ്റ് എന്നറിയും? അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണെന്നറിയും? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ജില്ലയിൽ ഇലക്ഷൻ നടത്തിയിരിക്കുന്നത് പൂർണ്ണമായിട്ടല്ല, അതിനുശേഷമാണ് പിന്നെ അവർ മധ്യസ്ഥ തീരുമാന പ്രകാരം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേറ്റ് കൗൺസിലർമാർ ഉൾക്കൊള്ളുന്ന സംസ്ഥാന കൗൺസിൽ ഇൻവാലിഡ് ആണ്. കാരണം ഇവർ ഉൾക്കൊള്ളുന്ന കൗൺസിൽ നിലനിൽപ്പില്ല. വിഷയം മനസ്സിലാവുണ്ടോ? ഇവർ ഉൾക്കൊള്ളുന്ന കൗൺസിലിന് നിലനിൽപ്പില്ല. ആ കൗൺസിലിൽ നിന്ന് തെരഞ്ഞെടുത്ത 35 ആളുകൾ അടങ്ങുന്ന എക്സിക്യൂട്ടീവിനും അതുകൊണ്ട് നിലനിൽപ്പില്ല. ആ 35 ആളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇപ്പോഴത്തെ ഭാരവാഹികൾക്കും നിലനിൽപ്പില്ല. ഇനി ഒന്നുകൂടി പറയട്ടെ എന്താ അതിന്റെ ഗൗരവം. ഈ കോഴിക്കോട് സൗത്ത് ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ബഹുമാനായ TP അബ്ദുള്ള കോയ മദനി. അതുപോലെ തന്നെ PK അഹമ്മദ് സാഹിബ്, സലീം ചാലിയം, M മുഹമ്മദ് മദനി, പാലത്ത് അബ്ദുറഹ്മാൻ മദനി സാഹിബ്, ഇതുപോലെയുള്ള ആളുകളൊക്കെ, KV അബ്ദുൽ ലത്തീഫ് മൗലവി, ഇവരൊക്കെ സൗത്ത് ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേറ്റ് കൗൺസിലർമാർ. തെരഞ്ഞെടുക്കപ്പെട്ടതല്ല, തെരഞ്ഞെടുക്കപ്പെടാതെ ബഹളമായി പിരിഞ്ഞു എന്നാണ് മിനിറ്റ്സിലുള്ളത്. പിന്നെ മദ്യം പറഞ്ഞ് കയറി വന്നതാ. മനസ്സിലാക്കണം. അതുകൊണ്ട് അതിന് ഭരണഘടനയുടെ അനുവാദം ഉണ്ടാകണമെങ്കിൽ അത് രണ്ടാമത് ജില്ലാ കൗൺസിൽ വിളിച്ച് അത് അംഗീകരിക്കണം. അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തു വന്നു? ഇപ്പോൾ നിലനിൽക്കുന്ന പ്രസിഡന്റിന് ഇപ്പോൾ ഈ സർക്കുലർ അയക്കാൻ, അതിൽ ഒപ്പിടാൻ അധികാരമില്ല. PK അഹമ്മദ് സാഹിബിന് വൈസ് പ്രസിഡന്റ് ആകാൻ അനുവാദമില്ല. KV അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് കൗൺസിലിൽ വരാൻ അനുവാദമില്ല. സലീം ചാലിയത്തിന് എക്സിക്യൂട്ടീവിൽ വരാൻ അനുവാദമില്ല. പാലത്ത് അബ്ദുറഹ്മാൻ മദനിക്ക് വരാൻ അനുവാദമില്ല. ഇത് അഷറഫ് അനുവാദമില്ല വരാൻ പാടില്ല എന്നല്ല, ഞാൻ അത്ര വലിയ ആളായിട്ട് പറയില്ല. ഭരണഘടന പാലിക്കുന്നുവെങ്കിൽ സംഘടന 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 എന്ന് പറഞ്ഞ് 1000 തവണ പറഞ്ഞ് സർക്കുലറിന്റെ ഗൗരവം പറയുമ്പോൾ ഇതാ ഈ ചോദ്യം പ്രസക്തമാണ്. അല്ലാത്ത ഞങ്ങൾക്കും പ്രസക്തം നല്ലത്. പക്ഷേ പള്ളിയിൽ നിന്ന് മിമ്പറും വന്ന് ആ ആളിന് അടുത്ത ആഴ്ച ഖുത്ബ പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഈ സർക്കുലറിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ സർക്കുലറിന് വിലയുണ്ടാകണമെങ്കിൽ നിയമപരമായി ഭരണഘടനാപരമായി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റിന് മാത്രമേ ഈ സർക്കുലറിൽ ഒപ്പുവെക്കാൻ അവർ കൂടി തീരുമാനിക്കുന്ന തീരുമാനങ്ങൾക്ക് വിലയുള്ളൂ. അല്ലാതെ അല്ല. സാധാരണ നടന്നു പോകുന്ന സിസ്റ്റം ആണെങ്കിൽ ഞങ്ങൾ ആരും ഇത് എതിർക്കാൻ പോണില്ല. കാരണം എന്താ? അങ്ങനെ ഒരു ചെറിയ വിഷയമല്ലേ ഉള്ളൂ. അത് പിന്നീട് മധ്യസ്ഥമായിട്ട് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ പിന്നെ മദ്യം പറഞ്ഞ് തീരുമാനിച്ചത് ഇങ്ങനെ ഹുസൈൻ സലഫിയെ പോലെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ ഒന്നിന് പിറകെ ഒന്നായി ഒഴിവാക്കാനായിരുന്നുവെങ്കിൽ ഇല്ല, ഇസ്ലാഹി കേരളം ഇത് അനുവദിക്കുകയില്ല. ഇതുപോലെ തന്നെ പരിശുദ്ധമായ മിമ്പറുകളിൽ നിന്നും ഇത്രകാലം തൗഹീദ് പറഞ്ഞ ഓരോ പണ്ഡിതന്മാരെയും അവിടെ നിന്ന് ഇറക്കി വിടാൻ തിരൂര് പോലെയുള്ള മസ്ജിദ് തൗഹീദ് പോലെയുള്ള പള്ളികളിൽ നിന്ന്, കോട്ടക്കൽ പോലെയുള്ള പള്ളികളിൽ നിന്ന്, ഇതുപോലെ തന്നെ ഫൈസൽ മൗലവിയെ പോലെയുള്ള ഇതുപോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാരെ അവരെടുക്കുന്ന ക്ലാസുകൾ മുടക്കാനും അവരെടുക്കുന്ന QSLSകൾ നിർത്തിവെപ്പിക്കാനും അവർ പറയുന്ന ഖുത്ബകൾ മരവിപ്പിക്കുവാനും ഉപയോഗിക്കാൻ വേണ്ടി സർക്കുലർ തയ്യാറാക്കാനാണ് കോഴിക്കോട് സൗത്ത് ജില്ലയിലെ ഈ ഇലക്ഷൻ നിങ്ങൾ ഈ രൂപത്തിൽ ചെയ്തത് എങ്കിൽ അത് ഇസ്ലാഹി കേരളം അനുവദിക്കുകയില്ല. ആ സർക്കുലറിന് വില കൽപ്പിക്കുകയില്ല. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ, എന്റെ കാരണവന്മാർ ശ്രദ്ധിക്കുക. സർക്കുലർ വന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അതുപോലെ വിഴുങ്ങരുത്. ആ സർക്കുലറിന്റെ പിന്നിലുള്ള കരങ്ങൾ ദുർബലമാണ്. ആ കരങ്ങൾ അതിന്റെ യഥാർത്ഥ വഴികളിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ തീരുമാനമാകാതെ ഇന്ന് KNMന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവും കൗൺസിലും എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, എന്താ വിഷയം? എന്നിട്ട് ആ സർക്കുലർ വെച്ചിട്ടാണ് നാട്ടുകാരിൽ മുഴുവൻ തമ്മിൽ തെറ്റിപ്പിക്കുന്നത്. ഭരണഘടനാപരമായി ഇലക്ഷന്റെ ശരിയായ രൂപത്തിൽ നടക്കാതെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടാകണം. ഞാനതാ പറഞ്ഞത്. KKP അബ്ദുള്ളയുടെ വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായ പരാതികൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയാസമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിലുള്ള ഈ കത്ത് ആ സമയത്ത് M ഇസ്മായിൽ കിണവക്കൽ എന്ന് പറയുന്ന പിന്നെ ഒരു സഹോദരൻ, ആരാ? ISM കാരനല്ല, MSM കാരനല്ല,
KNM സംസ്ഥാന ആലോചനാ സഭാ അംഗം, സംസ്ഥാന കൗൺസിൽ അംഗം. അദ്ദേഹം അന്ന് ISM-നും അതുപോലെ എല്ലാ സംഘടനക്കും അയച്ചൊരു കത്താണ് KKP അബ്ദുള്ളയെ പറ്റി. എനിക്കിതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ ആ കത്ത് വായിക്കാം. KNM സംസ്ഥാന പ്രവർത്തക സമിതി മുമ്പാകെ ആലോചനാ സഭാ അംഗം M ഇസ്മായിൽ കിണവക്കൽ കൂത്തുപറമ്പ് സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. തളിപ്പറമ്പ് ശാഖയിലെ പ്രവർത്തകനായിരുന്ന KKP അബ്ദുള്ളക്ക് KNM മെമ്പർഷിപ്പ് നൽകരുതെന്ന് ശാഖയും തെരഞ്ഞെടുപ്പ് വിജ്ഞാപന പ്രകാരം മണ്ഡലം പ്രവർത്തക സമിതിയും ഐക്യകണ്ഠേന നിലപാടെടുത്തതായും എന്നാൽ മെമ്പർഷിപ്പ് നൽകണമെന്ന് ചിലർക്ക് അഭിപ്രായമുള്ളതായും അറിയാൻ കഴിഞ്ഞു. മടവൂരി പ്രസിദ്ധീകരണമായ ശബാബിൽ നമുക്കെതിരെ വന്ന ലേഖനങ്ങളുടെ ആശയങ്ങളും ശൈലിയും പദപ്രയോഗം വരെ അങ്ങനെ തന്നെ ആവർത്തിക്കുന്ന KKP അബ്ദുള്ളയുടെ വ്യതിയാന പുസ്തകവും അതിനെ പ്രശംസിച്ചും നമ്മുടെ നേതാക്കന്മാരെ പരിഹസിച്ചും ശബാബിൽ വന്ന ലേഖനവും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. സജീവ മടവൂരി പ്രവർത്തകനായ എന്റെ മകൻ ഇഫ്തിഖാർ അഹമ്മദിന് മേൽ പുസ്തകക്കെട്ടുകൾ KKP അബ്ദുള്ള ഏൽപ്പിക്കുകയും തലശ്ശേരി മടവൂരി പള്ളിയിൽ അവൻ ദിവസങ്ങളോളം വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തവും കൃത്യവുമായി ഈ തെളിവ് മടവൂരി ആശയത്തിലല്ലാത്ത എന്റെ മറ്റു മക്കളും ഭാര്യയും പ്രവർത്തക സമിതി നിശ്ചയിക്കുന്ന ആരുടെ മുമ്പിലും പറയാൻ തയ്യാറാണെന്ന് കൂടി അറിയിക്കുന്നു. ആയതിനാൽ ശാഖയും മണ്ഡലവും ഒറ്റക്കെട്ടായി മെമ്പർഷിപ്പ് നൽകരുതെന്ന് ശുപാർശ ചെയ്യപ്പെട്ട KKP അബ്ദുള്ള നമ്മുടെ മെമ്പർഷിപ്പ് ഫോമിലെ പ്രതിജ്ഞ ലംഘിച്ച വ്യക്തി കൂടിയാണെന്ന് തെളിഞ്ഞതിനാൽ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് നൽകരുതെന്ന് ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു എന്ന് M ഇസ്മായിൽ കിണവക്കൽ സംസ്ഥാന ആലോചനാ സഭ അംഗം. കോപ്പി KNM സംസ്ഥാന പ്രസിഡന്റ്, KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി, KNM സംസ്ഥാന ഭാരവാഹികൾ, ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി, MSM സംസ്ഥാന ജനറൽ സെക്രട്ടറി, MGM സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഇത്രയും ആളുകൾക്ക് കോപ്പി. അങ്ങനെ ഞങ്ങൾക്ക് തന്ന കോപ്പിയുടെ പകർപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുക്കാം ഉള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, ഞാൻ മറ്റൊരു സമയത്ത് ഇൻഷാ അല്ലാഹ് വേറൊരു വേദി അത് വിശദീകരിക്കേണ്ടതുണ്ട്, അത് പറയേണ്ടതുണ്ട് നമുക്ക്. അന്ന് ഞങ്ങൾ പറഞ്ഞു ഈ വ്യക്തിയെ സംബന്ധിച്ച് കൃത്യമായ ധാരണകൾ ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ അത് ISM-ന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ TP അതിന് ആദ്യം അനുകൂലമായി നിന്നു. പ്രൊഫസർ അബ്ദുസാഹിബിന്റെ ഇടപെടലോടുകൂടി അദ്ദേഹം അതിൽ സൈലന്റായി. അതാണ് പിന്നീട് സംഭവിച്ചത്. ഞാൻ പറയുന്നത് ഇദ്ദേഹത്തെ മുന്നിൽ വെച്ച് കളിച്ചത് അബ്ദുറഹ്മാൻ സലഫിയാണ്. അതിനുള്ള തെളിവ് നേരത്തെ പറഞ്ഞ സംഭാഷണം മാത്രമല്ല, അതുപോലെ അനവധി തെളിവുകളുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ഇലക്ഷൻ അട്ടിമറിക്കാൻ ഒരു ഭാഗത്ത് ജിന്നിനോട് തേടുന്നുണ്ട് എന്നൊരു പ്രപ്പകണ്ട് അടിച്ചുവിടുകയും അങ്ങനെ സാധാരണക്കാരായ ആളുകൾ അതിൽ പ്രയാസപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ മറുവർത്തമാനം പറയാൻ സക്കരിയ മൗലവിക്ക് അവകാശമുണ്ടോ? അതൊരു സുപ്രധാനമായ ചോദ്യമാണ്. ആ സന്ദർഭത്തിൽ ഏകപക്ഷമായി സംഘടനാ യോഗങ്ങളിലൂടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന വിശദീകരണങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന് നിർവൃത്തിയില്ല, സാധ്യതയില്ല, അവസരമില്ല. പറഞ്ഞ അച്ചടക്കലംഘനായി, പുറത്ത് പ്രശ്നം പറഞ്ഞ ആളായി. അവ മിണ്ടാതിരിക്കുക. സ്വാഭാവികമായിട്ട് നമ്മളെ കാരണന്മാര് തെറ്റിദ്ധരിക്കും. നമ്മളെ കാരണവന്മാരിൽ കുറച്ച് ആളുകൾ ഇത് തെറ്റിദ്ധരിച്ചതിന് ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം അവർ കേട്ടത് ആ കാര്യങ്ങളാണ്, ഇതിന്റെ മറുവശം കേട്ടിട്ടില്ല. പിന്നെ ഇവർ ഈ തീരുമാനം എടുത്തല്ലോ, എന്നിട്ട് ഇതൊക്കെ പിടിച്ച് അങ്ങനെയാണ് KNM-ന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറയാണ്ട് അതൊക്കെ ഇനിയും മറ്റൊരിക്കലാവാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പുതിയ കമ്മിറ്റി വന്നവർ തെരഞ്ഞെടുപ്പ് പുറത്താക്കലുകൾ തുടങ്ങി. അങ്ങനെ സക്കരിയ മൗലവിയെ പുറത്താക്കിയിട്ട് ഇത് വിശദീകരിക്കാൻ ഇവർക്ക് പ്രയാസം. കാരണം എന്താ? ഇത് കൗൺസിലിൽ കൂടി പാസ്സാകണം, അപ്പോഴേ ഇതിനെന്ത് കിട്ടും, ഒരു ഉറപ്പ് കിട്ടുള്ളൂ. പക്ഷെ കൗൺസിലിൽ പാസ്സാകണമെങ്കിൽ എന്ത് വേണം? ജിന്നിനോട് തേടാമെന്നും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാമെന്നോ ഒക്കെയുള്ള വാദമുണ്ട്. ഇബാദല്ലാഹ് എന്ന് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുത്തി തീർത്തിട്ട് ജനങ്ങൾക്കിടയിൽ സക്കരിയ മൗലവി ഒരു ഖുറാഫി ആയിട്ടുണ്ട്, ഒരു മുശ്രിക്കായിട്ടുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ജനങ്ങളെ പഠിപ്പിക്കണം. അതിനെന്താ തന്ത്രം? അതിനു വേണ്ടി ഇവർ ചെയ്തതാണ് നിങ്ങൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത്. അതായത് KNM-ന്റെ എക്സിക്യൂട്ടീവ് കഴിഞ്ഞു. ആ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് ദിവസം മാത്രമാണ് കൗൺസിലിനുള്ളത്. ആ കൗൺസിലിന് മുമ്പായി ഈ കാര്യം കൗൺസിലർമാരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനെന്ത് ചെയ്തു എന്നറിയോ? എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ഉടനെ 3 സ്ഥലങ്ങളിൽ അത് വിഷയം പഠിപ്പിക്കാൻ വേണ്ടി 3 വിശദീകരണ യോഗങ്ങൾ വെച്ചു. പ്ലാനിങ് മനസ്സിലാക്കണം നിങ്ങൾ. എന്തിനാ? കൗൺസിലിൽ വന്ന് ഇതിനെ ചോദ്യം ചെയ്യാതിരിക്കണം. ആര്? കൗൺസിലർമാരുടെ കൂടി അനുവാദം കിട്ടിയാലേ എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം പുറത്തു പറയാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ തീരുമാനം പ്രാവർത്തിക രംഗത്ത് വരുള്ളൂ. അപ്പൊ എന്ത് വേണം? കൗൺസിലിന് മുമ്പായി കൗൺസിലർമാരെ വിളിച്ച് അവർക്ക് ഈ വിഷയം പഠിപ്പിക്കണം. അതിനു വേണ്ടിയാണ് 2022 ആഗസ്റ്റ് 29-ാം തീയതി കോഴിക്കോട് മണ്ണിൽക്കടവെന്ന് പറയുന്ന സ്ഥലത്ത്, കൊടുവള്ളിയിലെ മണ്ണിൽക്കടവെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയുടെ മുകളിൽ
വിദേശത്തുള്ള ഇന്ന് അവർക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരന്റെ ഒത്താശയോടുകൂടി ആ പള്ളിയുടെ മുകളിൽ ഒരു വിശദീകരണ യോഗം വെച്ചു. അവിടേക്ക് എന്ത് ചെയ്തു? കാസർഗോഡ്, കോഴിക്കോട് നോർത്ത്, വയനാട്, കോഴിക്കോട് സൗത്ത് പോലെയുള്ള ജില്ലകളിലെ കൗൺസിലർമാരെയും അവർക്ക് വിളിച്ചാൽ കിട്ടുന്ന കാരണവന്മാരെയൊക്കെ അവിടെ വിളിച്ചു വരുത്തി. എന്നിട്ട് രാത്രി 12 മണി വരെ, അന്ന് മുതലാണ് ഈ 12 മണി വരെയുള്ള വിശദീകരണം തുടങ്ങിയത്. 12 മണി വരെ ചോദ്യോത്തരം, മുഖാമുഖം. എന്നിട്ട് എന്താ സ്ഥാപിക്കുന്നത്? ഈ എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം പറയാം. സംഘടന 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 എന്ന് പറയുന്നവർ ശ്രദ്ധിക്കുക. ഏത് സംഘടനയിലാണ് നിങ്ങൾ ഇത് കണ്ടിട്ടുള്ളത്? ഒരു എക്സിക്യൂട്ടീവ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം പുറത്ത് പറയുന്നതിന് മുമ്പ് കൗൺസിലിന്റെ കൂടി അനുവാദം വാങ്ങേണ്ടതുണ്ട്. അത് സാധാരണ എല്ലാ തീരുമാനങ്ങളും അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത്. ഒരു പ്രധാന നിർണായക തീരുമാനമാകുമ്പോൾ എന്നിട്ട് അതിന്റെ ഇടക്ക് പിന്നെ ഏകപക്ഷീയമായി വിശദീകരിക്കുന്നത് ശരിയാണോ? സക്കരിയ മൗലവിയെ കത്ത് കൊടുത്ത് ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തുകയും അദ്ദേഹത്തിന് പറയാനുള്ളതൊന്നും പറയാൻ സമ്മതിക്കാതിരിക്കുകയും എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഈ രീതിയിൽ കത്ത് കൊടുത്തു. 29-ാം തീയതി മണ്ണിൽ കടവ് വിശദീകരിക്കുകയാണ്. എന്നിട്ട് വ്യാപകമായിട്ട് ഏകപക്ഷീയമായി ഈ 23 നടപടിക്രമങ്ങളാണ് പഠിപ്പിച്ചു ആൾക്കാരെ. അതിന് മറുപടി പറയാൻ സക്കരിയ മൗലവി ഒപ്പം അവിടെ ഇല്ല, വേറെ ആരും തയ്യാറാകണില്ല. കാരണം പറഞ്ഞ അപ്പം തന്നെ എന്തായി? തെളിവായി, പുറത്ത് വിശദീകരിച്ചു എന്നുള്ള തെളിവായി. ആലോചിച്ചോക്കാണ് നിങ്ങൾ. അങ്ങനെ പഠിപ്പിച്ചു. 1. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ 30-ാം തീയതി ഇതിനൊക്കെ പ്ലാനിങ് ഉണ്ടോ അല്ലേ നിങ്ങൾ ആലോചിച്ചു. എന്താ അന്ന് വിളിച്ചാൽ എല്ലാവരും വരുമോ? അല്ല, അതിന്റെ മുമ്പുള്ള പ്ലാനിങ് ഉണ്ട്. നല്ലോണം ആലോചിച്ചോളൂ. ഇതൊരു ക്രമപ്രവൃത്തമായിട്ടാണ് ഈ കാര്യം നടന്നിട്ടുള്ളത്. 30-ാം തീയതി ജാമിയ നദിവിയയിൽ, ആഗസ്റ്റ് 30-ാം തീയതി ജാമിയ നദിവിയയിൽ മലപ്പുറം ഈസ്റ്റ്, വെസ്റ്റ്, പാലക്കാട് പോലെയുള്ള മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിൽ ആളുകൾ പങ്കെടുക്കുന്നു. അവിടെയും 12 മണി വരെ മുഖാമുഖം. വീണ്ടും ആളുകളെ പഠിപ്പിച്ചു. ഇത് സിർക്കിലേക്ക് പോയി. അപ്പോഴും സക്കരിയ മൗലവി വിശദീകരിച്ചിട്ടില്ല. സക്കരിയ മൗലവി കാര്യം പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ രക്ഷിതാക്കൾ തെറ്റിദ്ധരിക്കൂലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞിക്കണമെങ്കിൽ 23 സ്റ്റെപ്പുകൾ, ഇങ്ങനെയൊക്കെ ഒരു സംഘടന ചെയ്തിട്ടുണ്ടാകുമോ? ഇത്രയൊക്കെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയാളെ പുറത്താക്കിയെന്നൊന്നും പറയല്ല എന്ന് അവിടെ ഈ ഭാഗത്തുള്ള ആളുകളെ കൊണ്ട് പറയും. കഴിഞ്ഞില്ല. തൊട്ട് പിറ്റേ ദിവസം സെപ്റ്റംബർ 1-ന് കയ്പമംഗലം ബുസ്താനുൽ അവിടെ ആ തെക്കൻ ഭാഗത്തുള്ള ജില്ലകളിലെ ആളുകൾ പങ്കെടുക്കുന്നു. അതായത് തിരുവനന്തപുരം മുതലുള്ള ആളുകളൊക്കെ അവിടെ പങ്കെടുക്കുന്നു. അവിടെ പങ്കെടുത്ത് അവിടെയും രാത്രി 12 മണി വരെ മുഖാമുഖം. അവിടെയും ഏകപക്ഷീയമായ വിശദീകരണം. ഇപ്പൊ എന്തായി? കേരളം മുഴുവനും ഇത് ബൈലെക്സിൽ കണക്ഷൻ കൊടുത്തിട്ട് എവിടൊക്കെ കേൾക്കും? കൗൺസിലിൽ പാസ്സാകാത്ത ഒരു വിഷയം കാന്തപുരത്തിന്റെ ഓഫീസിൽ കേൾക്കും. കൗൺസിലിൽ പാസ്സാകാത്ത ഒരു വിഷയം മർക്കസുദ്ദാബിയിൽ കേൾക്കും. ഏത് ശത്രുവിനെയും വിളിച്ച് പറയാവുന്ന രീതിയിൽ 3 വിശദീകരണം നടന്നു. എന്നിട്ട് തൊട്ട് പിറ്റേ ദിവസം സെപ്റ്റംബർ 2 KNM കൗൺസിലർമാർ ഇത് കേൾക്കുന്നില്ലേ? എന്നായിരുന്നു സംസ്ഥാന കൗൺസിൽ സക്കരിയ മൗലവിക്ക് നേരെ എടുത്ത നടപടി. ആ നടപടി അംഗീകരിച്ച കൗൺസിൽ എന്നായിരുന്നു? സെപ്റ്റംബർ 2. നിങ്ങൾ പോയില്ലേ CD ടവറിൽ? ആ യോഗം നടക്കുന്നതിന് മുമ്പ് ഇത്രയും ഗ്രൗണ്ട് വർക്കുകൾ നടന്നതിന് ശേഷമാണ് അവിടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ വന്നു ചേരുന്നത്. മാത്രവുമല്ല, മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്തയും അവർ കണ്ടിട്ടുണ്ട്. എന്താ വാർത്ത? ഇയാളെ സിർക്കിലേക്ക് പോയി ജിന്നിനോട് തേടാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കോപ്പിയല്ലേ മാതൃഭൂമി അടിച്ചുവിടുന്നത്. ഈ വാർത്തയും വായിച്ച് ഈ 3 കോഴ്സുകളും കേട്ട് സക്കരിയ മൗലവി പഴച്ചിട്ടുണ്ടെന്നും ഉറപ്പിച്ച് 23 നടപടിക്രമങ്ങളും മനഃപ്പാടമാക്കി. എന്നിട്ട് ഇനി എന്താ? ഈ സക്കരിയ മൗലവിനെ കിട്ടിയ തൂക്കിക്കൊല്ലാൻ റെഡിയാണ് ആര്? സംസ്ഥാന കൗൺസിലർമാർ. കാരണം എന്താ? അത്രക്ക് ബോൾഡായിട്ടാ പഠിപ്പിച്ചത്. കാരണം തൗഹീദിമല്ലേ കത്തി വെച്ചത്. അപ്പൊ പിന്നെ ഇയാളെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? എന്നിട്ട് അവിടെയും തന്നെ ഇതേ വിശദീകരണം. സക്കരിയ മൗലവി കത്ത് കൊടുത്തില്ലേ? എക്സിക്യൂട്ടീവിന്റെ മുമ്പിൽ കത്ത് കൊടുത്തില്ലേ? ആ യോഗത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കത്ത് കൊടുത്തില്ലേ? ആ കത്ത് ഇന്ന് നിങ്ങൾ വായിക്കണം. ഇതൊക്കെ ഇത് കേട്ട ശേഷങ്ങളൊന്ന് വായിക്കണം. അന്ന് വായിക്കുമ്പോൾ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇന്ന് പോയിട്ട് വായിക്കണം. ആ കത്തില് കൃത്യമായി പറഞ്ഞു, ഇതാ എന്റെ വാദങ്ങൾ ഇന്നതാണ്, ഇന്ന വിഷയങ്ങളാണ് എനിക്കുള്ളത്, ഇത് പരിഗണിക്കണം. എക്സിക്യൂട്ടീവിന്റെ മുമ്പിൽ ആ കത്ത് വായിച്ചോ? ശേഷം നടന്ന കൗൺസിലിന്റെ മുമ്പിൽ ആ കത്ത് വായിച്ചില്ല. മറിച്ചെന്ത് ചെയ്തു? അവിടെ ഏകപക്ഷീയമായി ആ വിശദീകരണം വീണ്ടും നടക്കുന്നു. നടപടിക്രമങ്ങൾ വീണ്ടും വിശദീകരിക്കുന്നു. ഈ 3 യോഗത്തിലും പങ്കെടുക്കാത്ത ഏതെങ്കിലും കൗൺസിലർമാരുണ്ടെങ്കിൽ അവരും കൂടി കാര്യം മനസ്സിലാക്കട്ടെ എന്നുള്ള രക്കതാണിത്. അതാണ് പറഞ്ഞു കഴിഞ്ഞ ഉടനെ പിന്നെന്താ അങ്ങോട്ട് തിരിച്ചു പറയാനുള്ളത്? എല്ലാരും ചോദിക്കണില്ലേ, ഒരാൾക്ക് വേണ്ടി ഈ കൗൺസിലർമാരൊക്കെ മിണ്ടാതിരുന്നു ഞങ്ങൾ പറയുന്നത്? അതും ശരിയല്ല, മിണ്ടും ചെയ്തിട്ടുണ്ട്. അവിടെ കാസർഗോഡ് ജില്ലയിലെ ഒരു കൗൺസിലർ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയ ഹദീസ് സെമിനാറിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ അദ്ദേഹത്തിന് എഴുന്നേൽക്കാനും സംസാരിക്കാനുള്ള അവസരം പൂർണ്ണമായി ഉണ്ടായില്ല. വേഗം വിഷയം മാറ്റി അടുത്ത ഘട്ടത്തിലേക്ക് പോയി. ചർച്ച അവിടെ അനുവദിച്ചിട്ടില്ല. ബഹുമാന്യനായ കരിവള്ളി മുഹമ്മദ് മൗലവിയുടെ സമാപന സംസാരം ആരെങ്കിലും അന്ന് ആ കൗൺസിലർമാർ റെക്കോർഡ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണം. എന്താ അദ്ദേഹം കൃത്യമായിട്ട് അന്ന് പറഞ്ഞു അല്ലേ? രാജേരെ കഥ പറഞ്ഞു. രാജേര് കേസ് കൊടുത്ത് ജയിച്ച കഥ. അദ്ദേഹത്തിന്റെ കേസ് ജയിച്ചു. അപ്പൊ ആചാര്യോട് ചോദിച്ചു, എങ്ങനെ ആചാര്യ നിങ്ങൾ ഈ കേസ് ജയിച്ചത്? അതിന്റെ മുടുക്കൊണ്ടൊന്നല്ല, മറ്റവന്റെ വക്കീലിന്റെ മോശം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ന്യായം ഉണ്ടായിട്ടൊന്നല്ല, മറ്റേ എതിരാളിയുടെ വക്കീൽ മോശമായതുകൊണ്ടാണ്. അതായത് സക്കരിയ മൗലവിക്ക് വേണ്ടി വാദിക്കാൻ ഈ യോഗത്തിൽ ആരും ഉണ്ടായില്ല, ചർച്ച ഉണ്ടായില്ല, അതുകൊണ്ട് വിജയിച്ചതാണെന്നാണ് അതിന്റെ മാന, വേറൊന്നുമല്ല. അത് ഉണ്ടാകാതെക്കാൻ കാരണം എന്താ? നേരത്തെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടൊന്നു, അതാണ് വിഷയം, വേറൊന്നുമല്ല. ഞങ്ങളൊന്നും അങ്ങനെയല്ല. ആര് പറഞ്ഞു? അതിനുശേഷം ഉണ്ടായിരുന്ന വാദങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ വാദങ്ങൾ മാറ്റി, വാദങ്ങൾ ഓരോന്നോരോന്ന് മാറ്റിയില്ല സഹോദരങ്ങളെ. ആദ്യം പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച ഉണ്ടായി എന്നുള്ള വാദം പിന്നീട് മാറ്റി. ഇബാദത്താണ് പ്രശ്നം എന്ന് പറഞ്ഞത് പിന്നെ അതല്ലാന്നാക്കി മാറ്റി. അതുപോലെ തന്നെ സോവനീറിൽ പ്രാർത്ഥിക്കാമെന്ന് എഴുതിയവരുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റേണ്ടി വന്നു. അതുപോലെ തന്നെ കള്ള ഹദീസും പിടിച്ച് വന്നിക്കണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇബാദത്തല്ല വിഷയം എന്ന് പറയാൻ തുടങ്ങി. അതുപോലെ അവസാനം തിരുവനന്തപുരത്ത് വന്ന ഹനീഫ മൗലവി പറഞ്ഞു, ഇങ്ങനെ ഒന്നും ഇയാൾക്ക് വാദമുണ്ട് എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വന്നു. അതുപോലെ പിന്നെ റുഖിയ ശറയ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവസാനം അത് ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു. പിന്നെ പുഴക്കരയും ഒരു ചൂണ്ടലുമാണ് പ്രശ്നം എന്നാ. അത് ഈ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ പിന്നെ ഇവിടെ തൃശ്ശൂർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതല്ലേ. അപ്പൊ അതെങ്ങനെ നടപടിക്ക് കാരണമാകുക? അത് നടപടിക്ക് ശേഷം ഉണ്ടായ കാരണം. അപ്പൊ അതും ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ ഒരു സബബാണ് ഉണ്ടായിരുന്നത്. ആ സബബ് കോഴിച്ചനയിൽ ഇന്ന് പൊളിയുകയും ചെയ്തു. ഏതുപോലെ ആ സ്വമതീയത്തിന്റെ ചീട്ട് കൊട്ടാരം ആ മണ്ണാർക്കാട് പൊളിഞ്ഞ് നിഷ്ഫലമായതുപോലെ ഇന്നിതാ സബബിന്റെ കതും പൊളിഞ്ഞു പോയി. ഫൈസൽ മൗലവി അത് വിശദീകരിക്കുമ്പോൾ ഒരു വാക്ക് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇവിടെ സബബല്ല പ്രശ്നം, ഇദ്ദേഹം ഇങ്ങോട്ട് വന്നതിന്റെ സബബാണ് വിഷയം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ ഈ പറഞ്ഞ സബബല്ല വിഷയം. എന്തിനാണ് KKP അബ്ദുള്ളയെ ഉപയോഗിച്ച് ഈ കളി കളിച്ചത്? അതിന്റെ സബബാണ് വിഷയം. എന്തിനാണ് ഈ നാസർ സുല്ലമിയെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന് മുന്നിൽ നിർത്തി മുന്നോട്ട് പോകുന്നത്? അതിന്റെ സബബാണ് വിഷയം. എന്തിനാണ് മഹാഭൂരിപക്ഷമായി വരുന്ന മുജാഹിദ് മനസ്സുകളെ തമ്മിൽ തെറ്റിച്ചത്? അതിന്റെ സബബാണ് വിഷയം. ആ സബബ് തേടിയുള്ള യാത്രയാണ് ഓരോ മുജാഹിദും ഇതാ ഇന്നത്തെ രാത്രി മുതൽ തുടങ്ങിക്കഴിഞ്ഞു. അത് കോഴിച്ചനയിൽ നിന്ന് ഓരോ ദിവസവും ഓരോ അധ്യായങ്ങളാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതാ ഇന്ന് അതിന്റെ സബബ് അന്വേഷിക്കുകയാണ് കേരളം. ഇനി ജിന്നും സീറും ആരും ഇനി കൂടൂല, അതവിടെ കടന്നു, അത് തീരുമാനമായി. ഇനി എന്തിനാണ് ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചത്? എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്ന് അന്വേഷിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് മാത്രമേ എനിക്കതിൽ സൂചിപ്പിക്കാനുള്ളൂ. മാത്രമല്ല സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിലേക്ക് ഇവർ പോയപ്പോൾ എവിടെ വരെ എത്തിയെന്നറിയോ? വല്ലാത്തൊരു ഗതികേടായി. ഒന്ന്, മുന്നിൽ നിന്ന് നയിച്ചവർ പിന്നിലേക്ക് നിൽക്കേണ്ടി വന്നു. ഒരു ചില്ലറ വിഷയമല്ലത്. ബഹുമാനനായ അക്ബർ സാഹിബ് ഏത് ചോദ്യത്തിനും തുറന്ന വേദിയിൽ തുറന്നു മറുപടി പറയാൻ മുന്നിൽ നിന്ന വ്യക്തിയായിരുന്നു. പക്ഷേ വിഷ്ണുവുമായി ബന്ധപ്പെട്ട പരാമർശം വിവാദമായപ്പോൾ അതിന് ദിവസങ്ങളോളം ആഴ്ചകളോളം കഴിഞ്ഞ ശേഷം അതാ നെറ്റിൽ ഒരു മറുപടി പ്രത്യക്ഷപ്പെടുന്നു മറ്റൊരാളുടെ പേരിൽ. എന്തേ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞിരുന്ന അക്ബർ സാഹിബിന് ഒരു ബിനാമിയെ മുന്നിൽ വെക്കേണ്ടി വന്നത്? വിഷയത്തിന്റെ ഗൗരവം അവിടെയാണ് നമ്മൾ, അതാണ് ഗതികേട് എന്ന് പറയുന്നത്. മുന്നിൽ നിന്ന് ഖുറാഫികൾക്ക് നേരെ ചീറുകയും അവരുടെ വാദങ്ങളെ അരിഞ്ഞൊഴില്ലാതെയാക്കുകയും ചെയ്യാൻ ഒരു പരിധിവരെ ശ്രമിച്ചിരുന്ന ഹനീഫ് കായക്കൊടിക്കന്തിയെ കോഴിച്ചനയിൽ വന്നപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് കയറി വന്ന ഒരു മടവൂരി ചാരന്റെ കിതാബെടുത്ത് കൊടുക്കാൻ ഒരവസ്ഥയിലേക്ക് തരം താണത് എങ്ങനെ? പിന്നിലേക്ക് നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ. ഇതൊക്കെ അതിന്റെ ഗതികേടിന്റെ ഭാഗം തന്നെയാണ്. വാദങ്ങൾക്ക് സ്ഥിരതയില്ലാതെ പോയി എന്നത് ഈ ഗതികേടിന്റെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ISM-നും MSM-നും നേരെ എടുത്ത നടപടി വിശദീകരിക്കാൻ കഴിയാത്തതും ഈ ഗതികേടിന്റെ ഭാഗം തന്നെയാണ്. സൗത്ത് ജില്ലയിൽ നിന്ന് പോയ കേസിന് കൃത്യമായ വിശദീകരണം കൊടുക്കാൻ കഴിയാതെ പോകുന്നതും ഇതിന്റെ ഭാഗം തന്നെയാണ്. കൗൺസിൽ CD പുറത്തുപോയത് വിശദീകരിക്കാൻ കഴിയാതെ പോയതും ഈ ഗതികേട് കൊണ്ട് തന്നെയാണ്. ആ KJ-യുടെ തീരുമാനം അന്ന് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തപ്പോൾ അവർ 38 പോത്തുകളാണെന്ന് പറഞ്ഞ് ഒഴിച്ചു നിർത്തേണ്ടി വന്നു.
സമ്മതിക്കുന്നതും ഈ ഗതികേട് കൊണ്ട് തന്നെയാണ്. മീഡിയ വണ്ണിൽ വരുന്ന എല്ലാ സംഗതികൾക്കും ഇതാ KNMന്റെ ഒത്താശയുണ്ടെന്ന് അതിന്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ടും അത് വിശദീകരിക്കാൻ കഴിയാത്തത് ഈ ഗതികേട് കൊണ്ട് തന്നെയാണ്. ISM യുവാക്കൾ അഥവാ നമ്മുടെ കൂട്ടത്തിലുള്ള യുവാക്കൾ തന്നെ നമ്മുടെ സംഘടനയിൽ കൂടുതലായി ഉണ്ടായാൽ അത് തീവ്രവാദ ലോബികളുടെ പിടിയിൽപ്പെടുമെന്ന് പറഞ്ഞ് നമ്മുടെ യുവജന സംഘടനയിലെ ആളുകൾക്ക് നേരെ തീവ്രവാദ ആരോപണം നടത്തുന്ന കത്ത് പുറത്തു വിട്ടിട്ട് അതിന് വിശദീകരണം കൊടുക്കാൻ കഴിയാതെ പോകുന്നതും ഈ ഗതികേട് കൊണ്ട് തന്നെയാണ്. ഒരു പ്രോഫ്കോണേ നടക്കുകയുള്ളൂ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടതാണത്. ഉത്തരവാദപ്പെട്ട ആളുകൾ ഉത്തരവാദപ്പെട്ട സംഘടനാ സ്കൂളുകളിൽ പറഞ്ഞതാണത്. അല്ലേ? ഉറപ്പിച്ചു വെച്ചോ ഒന്ന് മാത്രമേ നടക്കുകയുള്ളൂ. അല്ലേ? പത്രത്തിൽ കൊടുത്തു, ഇതുമായി ബന്ധമില്ല. പോലീസ് സ്റ്റേഷനിൽ വന്നു, SP-യുടെ ഓഫീസിൽ വന്നു, SI-യുടെ ഓഫീസിൽ വന്നു, CI-യുടെ ഓഫീസിൽ വന്നു, പോലീസ് സ്റ്റേഷനിൽ KNMന് ലെറ്റർ പേഡ് ഉപയോഗിച്ച് പരാതി കൊടുത്തു. പോകാവുന്നിടത്തോളം ഒക്കെ പോയി. പക്ഷേ പ്രോഫ്കോൺ നടന്നു എന്ന് മാത്രമല്ല, ഗംഭീരമായി നടന്നു. ചരിത്രത്തിൽ ഇന്ന് വരെ തുല്യതയില്ലാത്ത രീതിയിൽ പ്രോഫ്കോൺ നടന്നു. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. യഥാർത്ഥ പ്രോഫ്കോൺ ഒന്നേ നടന്നിട്ടുള്ളൂ. അവിടെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് തന്നെ ഇരിക്കാൻ സീറ്റില്ല. നിന്റെ ഒരു സുഹൃത്ത് വണ്ടിയിലിരുന്ന് പറഞ്ഞൊരു അനുഭവം, കാല് കുഴഞ്ഞ് പുറത്തൊന്ന് കാണാൻ പോയി, പുറത്ത് പന്തലിന്റെ പുറത്ത് വെയിലും കൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പോ ഏതോ ഒരു കുട്ടി അവിടെ ഇരിക്കുന്നത് കണ്ട് അവൻ പ്രൊഫഷണൽ ആണോ, ഓൻ എന്താ അവിടെ ഇരിക്കണം, ഓൻ ഇരിക്കാൻ എനിക്കും ഇരിക്കാലോ എന്ന് വിചാരിച്ചപ്പോഴേക്കും താജുദ്ദീൻ സലായി വന്നിട്ടുണ്ട്. അവന്റെ തോള് പിടിച്ച് വല്ല കൊണ്ടുപോയിട്ട് അവനെ പുറത്തേക്ക് ഉണ്ടാക്കുന്നുണ്ട്. പ്രൊഫഷണൽ അല്ലാത്ത ഒരു കുട്ടി അവിടെ ഇരുന്നപ്പോഴേക്കും അത് ജനറൽ സെക്രട്ടറി നേരിട്ട് ഇറങ്ങി വന്ന് കസേരയിൽ നിന്ന് പിടിച്ചിട്ട് നല്ലോണം പറഞ്ഞ് നിങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം അല്ലത് പറഞ്ഞുകൊണ്ട് പുറത്തു കൊണ്ടുപോയി. അപ്പൊ ഇവൻ പറയാം, എനിക്ക് അപ്പളാ സമാധാനമായത്. കാരണവന്മാര് പോലും വന്നിട്ട് നമ്മൾ തൽക്കാലങ്ങള് കാണാൻ വന്നാണ് പുറത്തു നിന്നാ മതി എന്നാ പറഞ്ഞു. കാരണം ഉള്ളിൽ കുട്ടിയാക്കാൻ ഇരിക്കാൻ സ്ഥലമില്ല. എന്നിട്ട് ഇപ്പം ഞാൻ അവരെ ബൈലക്സ് എന്ന് കേട്ട വാചകം തരോ, പ്രോഫ്കോൺ മലപ്പുറത്ത് നടന്നത് ഒരു കുടുംബ സമ്മേളനമാണ് എന്നാ. ഇത് നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ, പത്രത്തിൽ കൊടുത്തപ്പോൾ, ഇതിനെ സ്നേഹിക്കുന്ന ഇതിന്റെ കാരണവന്മാർ ഞങ്ങളുടെ കൂടെയുണ്ട്, അത് നടക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കാൻ വേണ്ടി അവരെ വന്നു എന്നുള്ളത് ശരിയാ. ആ വന്നവർക്ക് പോലും ഉള്ളിൽ ഞങ്ങൾക്ക് ഇരിപ്പിടം കൊടുക്കാൻ കഴിയാത്തതിന്റെ വിഷമം ഞങ്ങൾക്കുണ്ട്. അവരോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. അത് പ്രൊഫഷണൽ സമ്മേളനമായിരുന്നു മര്യാദക്ക്. ഇനിയോ ഇത് പഴയ കാലമല്ല, അതിന്റെ CD ഒക്കെ പുറത്തിറങ്ങും, എല്ലാവരും ഒന്ന് കണ്ടോളി. അപ്പൊ എന്തേ അത് പറഞ്ഞിട്ട് പാലിക്കാൻ കഴിയാതെ പോയത്? ഈ ഗതികേട് കൊണ്ടാണ്. പ്രോഫ്കോണിനെ പറഞ്ഞതും നടന്നതും പാലിക്കാൻ കഴിയാതെ, CD ടവറിൽ നടന്ന യോഗം വിശദീകരിക്കാൻ കഴിയാതെ പോയത്. ഇതൊക്കെ അത് തന്നെയാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. ഇതൊന്നും നമ്മൾ പറയാൻ വിചാരിച്ചല്ല. ഇത് പറയുകയാണെങ്കിൽ നമുക്ക് അന്ന് മുതലേ പറഞ്ഞൂടെ? എന്തത് പറയാറുണ്ട്? നിങ്ങളൊന്ന് മനസ്സിൽ ഇപ്പൊ അതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പാടെ നാട്ടുകാർ കേൾക്കൂലേ, ആൾക്കാർ കേൾക്കൂലേ. അവനാന് കുറച്ച് പരിക്കുണ്ട് തോന്നിയാൽ നാട്ടുകാർ കേൾക്കുന്നത് വലിയ പ്രശ്നമാണ്. അല്ലേ? പരിക്കില്ലാത്തതാണെങ്കിൽ അങ്ങനെ പറഞ്ഞോട്ടെ, ഇപ്പൊ തൗഹീദല്ലേ വിഷയം എന്നും പറയും. അല്ലേ? സഹോദരങ്ങളെ, ഇത് ഒരു പൊളിറ്റിക്സാണ്. ഇത് ചില ഒതുക്കലുകളാണ്. അത് 1-2 ആളുകളാണ്, വേറെ ആരുമല്ല. അവർക്ക് ഈ അഖിലാനി ചിന്തയുള്ള കുറച്ച് ആൾക്കാരെ കൂട്ടിക്കിട്ടിയപ്പോൾ അതിനു വേണ്ടി നടന്നു എന്ന് മാത്രം. അത് വില പോകില്ല. നമ്മളാരും KJU-ന്നും KNM-ന്നും ISM-ന്നും MS-ന്നും ആരും പോകില്ല. എല്ലാവരും ഇതിലുണ്ടാവും. നമ്മൾ തന്നെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും തയ്യാറായിട്ടുണ്ട്. ഇനി ഈ കാര്യങ്ങൾ കൂടിയാണ് ക്ലിയർ ആയി കഴിഞ്ഞാൽ വിഷയങ്ങളെ സംബന്ധിച്ച് ധാരണയായി ഏകദേശമായി. കോഴിച്ചില സംവാദത്തോടു കൂടി ഇനി ജിന്ന് മറ്റേത് മറിച്ചത് കണ്ടുകൊണ്ട് ആരും നടക്കൂല. അതിൻ്റെ CD ആര് കേട്ടാലും വിഷയം മനസ്സിലാവും. ഇനി അവർക്കും വല്ലാതെ വിശദീകരിക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ആർക്കെങ്കിലും ഇത് പഠിയാത്തുണ്ടെങ്കിൽ ഫൈസൽ മൗലവി തന്നെ എഴുതിയ നല്ലൊരു പുസ്തകമുണ്ട്, പ്രാർത്ഥന, തൗഹീദ്, വിവാദങ്ങളും വസ്തുതയും എന്നുള്ള വിഷയം ബുക്ക്. ആ ബുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും വാങ്ങണം. അത് വാങ്ങിയിട്ട് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ വായിക്കണം. ഇപ്പം ഇന്നലെ വളരെ വിമർശന ബുദ്ധിയോടുകൂടി കണ്ടിരുന്ന ഒരു കാരണവർ അദ്ദേഹത്തിന് ഈ പുസ്തകം കൊടുത്തു. അദ്ദേഹം അത് കിട്ടിയ ഉടനെ വായിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതാണല്ലേ വസ്തുത. എത്ര പെട്ടെന്ന് മാറി. അത്രക്ക് പറ്റുന്നൊരു സാധനമാണ്. അത് നിങ്ങൾ വായിക്കണം. അത് വായിച്ചാൽ തന്നെ ആ വിഷയം ക്ലിയറാവും, ശരിക്കും ക്ലിയറാവും. പിന്നെ എന്ത് വേണമെന്നറിയോ, നമ്മുടെ വിയാത്തുറാസിൻ്റെ ആ ഫത്വ ഉണ്ടല്ലോ, ആ ഫത്വയുടെ കോപ്പി ദർശനം എന്ന് പറയുന്ന ബുള്ളറ്റിൻ്റെ പുറത്തുണ്ട്. അതെല്ലാവരും ഒന്ന് വായിക്കണം.
അതിപ്പോൾ ലോകത്തുള്ള ആർക്കും ഇതിലൊന്നും അഭിപ്രായ വ്യത്യാസമല്ല. ഇവിടെ 2-3 ആൾക്കുള്ളൂ. മൂവർ സംഘം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ മൂവർ സംഘം ഒറ്റക്കല്ല, മുജാഹിദുകൾ കൂടെ ഉണ്ട് എന്നാ മറുപടി പറഞ്ഞ്. അതിനൊന്ന് മനസ്സിലായി, മൂവർ സംഘം ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി മുജാഹിദുകൾ കൂടെ ഉണ്ടോ എന്നുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും, ആളുകൾ തീരുമാനിക്കും. സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളത് വായിക്കണം, പഠിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രതിസന്ധി നമ്മൾ മനസ്സിലാക്കണ മാതിരി ഇതൊരു സംഘടനാ വിഷയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്നുള്ളതിൻ്റെ അപ്പുറം ഇത് നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അത് തൗഹീദ് പഠിക്കാനൊരു അവസരം ഇതുകൊണ്ട് കിട്ടിയെന്നുള്ളത് വേറൊരു ഹൈർ ഇതുകൊണ്ട് കിട്ടിയതാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൻ്റെ വസ്തുത ശരിക്കും മനസ്സിലാക്കി പഠിച്ച് ഉൾക്കൊണ്ട് ഇതിൻ്റെ ഹക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എവിടെയും ഖുർആൻ ക്ലാസ്സുകളും ഖുതുബകളും മുടക്കാനുള്ള സർക്കുലർ വരുമ്പോൾ 100 ആളുള്ളടത്ത് നിന്ന് 2 ആൾ നീച്ചെന്ന് പറഞ്ഞാൽ അത് നടക്കൂല. അത് പറയാനുള്ളൊരു ആർജവം ഇനിയെങ്കിലും നമ്മൾ കാണിക്കണം. വേഗം സർക്കുലർ വരുമ്പോഴേക്കും സർക്കുലർ വന്നിക്കണേ എന്നാണ് പോകണ്ട. ആ സർക്കുലറിൻ്റെ അവസ്ഥയാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്. ഇന്ന് നമ്മൾ മരിക്കുകയാണെങ്കിൽ പരലോകത്ത് നമുക്ക് ഹൈറ് കിട്ടണം. അതിനോട് സത്യമല്ലാത്തതൊന്നും പറയരുത്, തെറ്റുകൾ പ്രചരിപ്പിക്കരുത്. ഇതൊരു വാശിയുടെ വിഷയമല്ല. ഈ പ്രസ്ഥാനത്ത് നമ്മൾ രക്ഷപ്പെടുത്തണം, ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇതിൻ്റെ യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ ഇന്ന ആളുകളാണെന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിക്കണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. അതിന് നമ്മൾ സഹായിക്കണം, സന്നദ്ധമാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം ഇത് വളരെ നിഷ്കളങ്കമായി കേട്ടുനിന്ന എല്ലാവർക്കും സ്വന്തം പേരിൽ നന്ദി പറയുകയാണ്. ഞാൻ പടച്ചതമ്പുരാൻ തൗഹീദോടുകൂടി ജീവിക്കാനും തൗഹീദോടുകൂടി മരണപ്പെടാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.